أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. കഴിഞ്ഞ ഖുതുബയിൽ ഹസ്രത്ത് മസീഹ് മൗദ് അലിഹി സ്വലാത്തു വസ്സലാമിൻ്റെ വിനയത്തിൻ്റെയും താഴ്മയുടെയും സംഭവങ്ങൾ വിവരിച്ചു. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളും വിവരിച്ചിരുന്നു. ഇന്നും ഇതേ പശ്ചാത്തലത്തിൽ ചില സംഭവങ്ങളും അദ്ദേഹത്തിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങളും അവതരിപ്പിക്കുന്നതാണ്. ഹസ്രത്ത് ഷെയ്ഖ് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് വിവരിക്കുന്നു, ഹസ്രത്ത് അഖ്ദസ് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഉത്തമ സ്വഭാവത്തിൻ്റെ അവസ്ഥ എപ്രകാരമായിരുന്നുവെന്നാൽ, ഖാദിയാനിലെ ആരൊക്കെയാണോ എല്ലാ സമയത്തും അദ്ദേഹത്തിനെതിരെ ശത്രുത ചെയ്യുന്നതിൽ മുഴുകിയിരുന്നത്, ഒരവസരവും അതിൽ പാഴാക്കാതിരുന്നത്, അവരും അദ്ദേഹത്തിന്റെ പടിവാതിൽക്കൽ വന്ന് മുട്ടുമ്പോൾ ഞാൻ കാണാറുണ്ടായിരുന്ന രംഗം ഇപ്രകാരമാണ്. അദ്ദേഹം ശബ്ദം കേട്ട ഉടനെ നഗ്നപാതനായി തന്നെ വരുന്നു. കണ്ടയുടനെ അതീവ വാത്സല്യത്തോടും കാരുണ്യത്തോടും കൂടി അവരുടെ സലാമിന് മറുപടി നൽകി സുഖം തന്നെയല്ലെന്ന് ചോദിക്കുകയും അവരുടെ വീട്ടിലെ എല്ലാവരുടെയും വിശേഷങ്ങൾ അന്വേഷിച്ച ശേഷം അവർ വന്ന കാര്യം തിരക്കുന്നു. ആഗതർ തങ്ങളുടെ ആവശ്യം അവ അറിയിക്കുമ്പോൾ എത്ര ആവശ്യമുണ്ടെന്ന് ചോദിക്കുകയും അവരുടെ ആവശ്യത്തെക്കാൾ കൂടുതൽ തന്നെ കൊണ്ട് വരികയും നൽകുകയും ചെയ്യുമായിരുന്നു. പോരാത്തതിന് ഇനിയും ആവശ്യമുണ്ടെങ്കിൽ തരാവുന്നതാണ് എന്നും അറിയിക്കുന്നു. ശത്രുക്കളോടും അദ്ദേഹം അങ്ങേയറ്റം നല്ല പെരുമാറ്റമായിരുന്നു കാഴ്ചവെച്ചിരുന്നത്. അവരോടും എപ്പോഴും വിനയത്തോടെയാണ് പെരുമാറിയത്. ഒരിക്കലും അഹങ്കാരം കാണിച്ചില്ല. ഹസരത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് പറയുന്നു, അദ്ദേഹം മുൻഷി ജഫർ അഹമ്മദ് സാഹിബിൽ നിന്നും ഇപ്രകാരം ഒരു നിവേദനം കേട്ടിട്ടുണ്ട്. മൗലവി ഷേർ അലി സാഹിബ് അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു, ഒരിക്കൽ മീര ബക്ഷ് സ്വദായി എന്ന മാനസികമായി വൈകല്യമുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. വലിയ മസ്ജിദിൽ നിന്ന് വരുമ്പോൾ ഹസ്രത്ത് മസീഹ് ഇസ്ലാമിനെ പേരെടുത്ത് വിളിച്ചു. വളരെ അപമര്യാദയോടെയാണ് പേര് വിളിച്ചത്. ബുദ്ധിയില്ലായിരുന്നു എന്തായാലും അയാൾക്ക് അങ്ങനെ പേര് വിളിക്കാനേ അറിയുമായിരുന്നുള്ളൂ. അദ്ദേഹം പറഞ്ഞു, ഓയ് ഗുലാം അഹമ്മദ്. അദ്ദേഹം ആ നിമിഷം തന്നെ അവിടെ നിന്നു. എന്നിട്ട് പറഞ്ഞു, ജി. അദ്ദേഹത്തിന് ഒട്ടും വിഷമം തോന്നിയില്ല. പറഞ്ഞു, ജി എന്താണ് കാര്യം? അയാൾ പറഞ്ഞു, സലാം തേ ആക്യാക്കർ. അതായത് പഞ്ചാബിയിൽ അയാൾ പറഞ്ഞു, ആദ്യം സലാം ചെയ്. അയാൾ സ്വയം തന്നെ ഒരു ഓഫീസറായി കരുതിയിരുന്നു, പാവം. അദ്ദേഹം പറഞ്ഞു, അസ്സലാമു അലൈക്കും. അപ്പോൾ അയാൾ പറഞ്ഞു, മാല അദാ കറോ. ജന്മികളുടെ ഇടയിൽ അവിടെ മാല അദാ ചെയ്യുക എന്നത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ളൊരു ടാക്സ് ആണ്, നികുതിയാണ്. എന്തായാലും അദ്ദേഹം അയാളുടെ വാക്ക് കേട്ട് പോക്കറ്റിൽ നിന്നൊരു തുവാല എടുത്തു. അതിൽ നിന്നും 4 അണയോ 8 അണയോ അയാൾക്ക് നൽകി. അയാൾ വളരെ സന്തോഷത്തോടെ തിരിച്ചുപോയി. ഗോട്ടിയ പാടാൻ തുടങ്ങി. ഗോട്ടിയ എന്നത് പ്രശംസാ പദ്യങ്ങളാണ്. മാനസിക വൈകല്യമുള്ള ഒരാളുടെ വാക്കുകളിൽ പോലും അദ്ദേഹം ഒരിക്കലും നീരസം പ്രകടിപ്പിച്ചില്ല എന്നതാണ്. അയാൾക്ക് വേണ്ടി എന്നും എഴുന്നേറ്റ് ബഹുമാനിക്കുമായിരുന്നു. മാസ്റ്റർ നസീർ ഹുസൈൻ സാഹിബ് പറയുന്നു, എപ്പോഴൊക്കെ എൻ്റെ പിതാവിനൊപ്പം ഖാദിയാനിൽ മസീമോദിന്റെ അടുക്കൽ ഞാൻ വരികയും ഹുസൂറിന് വിവരം അറിയിക്കുകയും ചെയ്തോ, മസീഹ് ഇസ്ലാം വിവരം അറിയിക്കുകയും ചെയ്തോ, ഹക്കീം മർഹം ഈസ സാഹിബ് വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ അപ്പോഴൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്, വിവരം ലഭിച്ചുടൻ ഹുസൂർ പെട്ടെന്ന് പുറത്തേക്ക് എഴുന്നള്ളുകയും ആ സമയത്ത് കഴിക്കാൻ എന്തെങ്കിലും നൽകുകയും ചെയ്യുമായിരുന്നു. ചിലപ്പോഴൊക്കെ ആദ്യം തന്നെ സ്വയം പോയി ഭക്ഷണം എടുത്തുകൊണ്ടുവരുമായിരുന്നു. അദ്ദേഹം എഴുതുന്നു, ഹുസൂർ അത്രയും ഭവ്യ വിധേയത്തോടെയാണ് അതിഥികളെ സ്വീകരിച്ചിരുന്നത്. ചില സമയങ്ങളിൽ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിൽ പേനയുണ്ടാകും, എഴുതുന്ന അവസ്ഥയിലായിരിക്കും. ചിലപ്പോൾ ഹുസൂർ നഗ്നപാതനായിരിക്കും, ചെരുപ്പ് ധരിച്ചിട്ടുണ്ടാകില്ല. വീടിന്റെ മുറിയിൽ ഇരിക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ പുറത്തേക്ക് വരും, വാതിൽ മുട്ട് കേൾക്കുമ്പോൾ തന്നെ. ചിലപ്പോൾ മസ്ജിദിലായിരിക്കുകയും ഏതെങ്കിലും അതിഥി വരികയും ചെയ്താൽ
അദ്ദേഹം മിക്കവാറും ആഗതനോട് എഴുന്നേറ്റ് ഹസ്തദാനം ചെയ്യുമായിരുന്നു, ഷെയ്ക്കാൻ്റെ കൊടുക്കുമായിരുന്നു. ഹുസൂർ ആരോടെങ്കിലും മറ്റെന്തെങ്കിലും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും വന്ന് അദ്ദേഹത്തിന്റെ അടുത്തിരുന്ന് ഹസ്തദാനം ചെയ്താൽ അദ്ദേഹം പെട്ടെന്ന് ആഗതന്റെ നേർക്ക് ശ്രദ്ധ തിരിക്കുകയും കുശലാന്വേഷണങ്ങൾ നടത്തുകയും ചെയ്യുമായിരുന്നു. ചുരുക്കത്തിൽ അദ്ദേഹം അങ്ങേയറ്റത്തെ വിനയത്തോടെയാണ് കാണാൻ വരുന്നവരെ സ്വീകരിച്ച് ആനയിച്ചിരുന്നത്. ഹസരത് മുഫ്തി മുഹമ്മദ് സാദിഖ് സാഹിബ് പറയുന്നു, എനിക്ക് ഓർമ്മയുണ്ട്, ഒരിക്കൽ ഞാൻ ലാഹോറിൽ നിന്ന് കാദ്യാനിൽ വന്നിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 1897-98 ഉള്ള സംഭവമായിരിക്കും. ഹുസൂർ മസ്ജിദ് മുബാറക്കിൽ എന്നെ ഇരുത്തി. ചെറിയ മസ്ജിദായിരുന്നു അന്നത്. പറഞ്ഞു, ഇരിക്കൂ, ഞാൻ ഭക്ഷണം കൊണ്ടുവരാം. ഇത് പറഞ്ഞ് അദ്ദേഹം അകത്തേക്ക് എഴുന്നള്ളി. ഏതെങ്കിലും സേവകന്റെ കയ്യിൽ ഭക്ഷണം കൊടുത്തയക്കുമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. എന്നാൽ ഏതാനും മിനിറ്റുകൾക്ക് ശേഷം ജനൽ തുറന്നപ്പോൾ ഞാൻ കാണുന്നത് എന്താണ്? എനിക്ക് വേണ്ടി സ്വന്തം കൈകൊണ്ട് തന്നെ സീനി, അതായത് വലിയ പ്ലേറ്റിൽ ട്രേയിൽ ഭക്ഷണം എടുത്ത് കൊണ്ടുവന്നിരിക്കുന്നു. എന്നെ നോക്കിയിട്ട് പറഞ്ഞു, താങ്കൾ ആദ്യം ഭക്ഷണം കഴിക്കൂ, ഞാൻ വെള്ളം കൊണ്ടുവരാം. അപ്പോൾ ഞാൻ വികാരഭരിതനാകുകയും നിയന്ത്രണം വിട്ട് എൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരിയായി ഒഴുകുകയും ചെയ്തു. നമ്മുടെ നേതാവും വഴികാട്ടിയുമായിരുന്ന ആ മഹാത്മാവ് നമ്മെ ഇങ്ങനെ സേവിക്കുമ്പോൾ നാം പരസ്പരം എത്രമാത്രം സേവിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ താഴ്മയുടെയും വിനയത്തിന്റെയും ഒരു നിവേദനം ഹസരത് മിർസ ബഷീർ അഹമ്മദ് സാബ് മായ് ഭുലി മായ് ജീവ എന്നൊരു സ്ത്രീയുടെ പശ്ചാത്തലത്തിൽ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു. അവർ വിവരിച്ചു, ഒരിക്കൽ ഹുസൂർ ഹസരത് മസീഹ് ഇസ്ലാം വന്നപ്പോൾ ഞാൻ പുതിയ ഗോതമ്പ് വറുത്ത് ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി. അവർ, അതായത് മസീഹ് ഇസ്ലാം സന്ദർശിച്ച ആ ഗ്രാമത്തിൽ കൊണ്ടുപോയി കൊടുത്തു. അദ്ദേഹം തന്റെ കൂടെയുള്ളവർക്ക് അത് വീതിച്ച് നൽകി. സ്വയം രുചിച്ചു നോക്കുകയും സന്തോഷിക്കുകയും ചെയ്തു. ഹുസൂർ നടക്കാൻ വരുമ്പോഴേക്ക് ഞങ്ങളുടെ കെട്ടുറപ്പില്ലാത്ത മസ്ജിദിൽ വന്ന് ഇഷ്റാഖ് നമസ്കാരം നിർവഹിക്കുമായിരുന്നു. ഞങ്ങൾ സാഗും, അത് ചീരയും റൊട്ടിയും സമർപ്പിച്ചാൽ ഹുസൂർ ഒരു വിഷമവും കാണിക്കാതെ, വെറുപ്പ് കാണിക്കാതെ അത് കഴിക്കുമായിരുന്നു. മറിച്ച് വലിയ സന്തോഷത്തോടെയായിരുന്നു ആതിഥ്യം സ്വീകരിച്ചിരുന്നത്. ഹജറത്ത് മുൻഷി ജഫർ അഹമ്മദ് സാബ് കപൂർ തലവി ഒരു സംഭവം ഇപ്രകാരം വിവരിക്കുന്നു. ഹജറത് സാഹിബ്, അതായത് മസീഹ് ഇസ്ലാം, എവിടെയും തുറന്ന വാതിലോടുകൂടി ഒരിക്കലും ഇരിക്കാറില്ലായിരുന്നു. വാതിൽ തുറന്നിട്ടുകൊണ്ട് ഇരിക്കാറില്ലായിരുന്നു. മറിച്ച് എപ്പോഴും വാതിൽ അകത്ത് നിന്ന് പൂട്ടിയിട്ടാണ് ഇരുന്നിരുന്നത്. അദ്ദേഹം പറയുന്നു, അത് സാഹിബ് സാദ മിയ mahmood അഹമ്മദ് സാബ് കുറച്ച് സമയത്തിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പറയും, അബ്ബാ വാതിൽ തുറക്ക്. ഹുസൂർ സ്വയം എഴുന്നേറ്റ് തുറന്നു കൊടുക്കും. ഞാൻ ഒരിക്കൽ തിരുസമക്ഷത്തിൽ ഹാജരായി. ഹുസൂർ പായിൽ ഇരിക്കുകയായിരുന്നു. എന്നെ കണ്ട് അദ്ദേഹം കട്ടിൽ എടുത്ത് അകത്തേക്ക് ചുമന്നു കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു, ഹുസൂർ ഞാൻ എടുത്തുകൊള്ളാം. അദ്ദേഹം പറഞ്ഞു, ഭാരം കൂടുതലാണ്, താങ്കൾക്ക് എടുക്കാൻ കഴിയില്ല, താങ്കൾ കട്ടിലിരിക്കൂ. കട്ടിലെടുത്ത് അവിടെ കൊണ്ടുപോയി ഹുസൂർ അദ്ദേഹത്തെ അകത്തിരുത്തി. സ്വന്തം കാര്യപ്രകാരം പറഞ്ഞു, എനിക്ക് ഇവിടെ താഴെയാണ് ആശ്വാസം, ഞാൻ താഴെ ഇരിക്കാം, താങ്കൾ കട്ടിലിരിക്കും. ഞാൻ ആദ്യം വിസമ്മതിച്ചു. എന്നാൽ അദ്ദേഹം പറഞ്ഞു, താങ്കൾ മടി കൂടാതെ ഇരിക്കും. ശേഷം ഞാൻ ഇരുന്ന് എനിക്ക് ദാഹം തോന്നി. ഞാൻ കുടങ്ങളുടെ നേർക്ക് നോക്കിയപ്പോൾ അവിടെ വെള്ളം കുടിക്കാൻ പാത്രമൊന്നും കണ്ടില്ല. ഹുസൂർ എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു, താങ്കൾക്ക് ദാഹിക്കുന്നുണ്ടോ? ഞാൻ വെള്ളം കൊണ്ടുവരാം. എന്നിട്ട് താഴെ അന്തപുരത്തിൽ പോയി ഹുസൂർ ഗ്ലാസ് കൊണ്ടുവന്നു. തുടർന്ന് പറഞ്ഞു, ഒരല്പം നിൽക്കൂ. വീണ്ടും താഴേക്ക് പോയി അവിടെ നിന്ന് 2 കുപ്പി ഷർബത്ത് കൊണ്ടുവന്നു. മണിപ്പൂരിൽ നിന്ന് ആരോ കൊടുത്തയച്ചതായിരുന്നു അവ. അദ്ദേഹം പറയുന്നു, വളരെ രുചികരമായ ഷർബത്തായിരുന്നു. പറഞ്ഞു, ഈ കുപ്പികൾ എടുക്കാതെ വെച്ചിട്ട് ഒരുപാട് ദിവസമായി. മസൂദ് പറയാണ്, കാരണം ഞങ്ങളുടെ നിയത്ത് ആദ്യം ഏതെങ്കിലും ഒരു സ്നേഹിതന് കുടിപ്പിച്ചിട്ട് പിന്നീട് സ്വയം കുടിക്കാം എന്നായിരുന്നു. ഇന്നാണ് ഇതിന്റെ ഓർമ്മ വന്നത്. അങ്ങനെ ഹുസൂർ ഗ്ലാസിൽ ഷർബത്ത് പകർന്ന് നൽകി, ഷർബത്ത് ഉണ്ടാക്കി നൽകി. തനിക്ക് ലഭിച്ച ആ സമ്മാനത്തെ കുറിച്ച് ഹുസൂർ പറഞ്ഞു, ആദ്യം ഞാൻ ഏതെങ്കിലും സ്നേഹിതന് കുടിപ്പിക്കും, എന്നിട്ടേ സ്വയം കുടിക്കുകയുള്ളൂ എന്ന് നിയത്താക്കിയതാണ്. അദ്ദേഹം പറഞ്ഞു, ആദ്യം ഹുസൂർ ഇതിൽ നിന്ന് ഒരല്പം കുടിച്ചാലും. ഗ്ലാസിൽ ഷർബത്ത് ഉണ്ടാക്കി നൽകിയപ്പോൾ അദ്ദേഹം മസീഹ് ഇസ്ലാമിനോട് തന്നെ പറഞ്ഞു, താങ്കൾ ആദ്യം കുടിക്കുമെന്ന്. ഞാൻ താങ്കളോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ഇറക്ക് കുടിച്ച് എനിക്ക് നൽകി. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഷർബത്തിന് പ്രശംസിച്ചപ്പോൾ ഹുസൂർ പറഞ്ഞു, ഒരു കുപ്പി താങ്കൾ കൊണ്ടുപോവുക, മറ്റൊരെണ്ണം പുറത്തുള്ള സ്നേഹിതമാർക്ക് കുടിക്കാൻ നൽകും. ഹുസൂർ ആ 2 കുപ്പികളിൽ നിന്ന് ഒരു ഇറുക്ക് മാത്രമായിരുന്നു കുടിച്ചത്. ഞാൻ ഹുസൂറിന്റെ കൽപ്പന അനുസരിച്ച് കുപ്പികളുമായി തിരിച്ചു പോന്നു. അതുപോലെ ഹസരത് മിർസ ബഷീർ അഹമ്മദ് സാബ് പറയുന്നു, അഹമ്മദ് ജാൻ സാഹിബിന്റെ മകൾ ആയിഷ സാഹിബ വിവരിക്കുന്നു, 1906 എന്റെ മാതാവ് മരണപ്പെട്ടപ്പോൾ എന്നെ അമ്മാജി, അതായത് ഹസരത് ഖലീഫ അവലിന്റെ പത്നി, തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി പ്രാതലൊക്കെ കഴിപ്പിച്ചു. പിന്നീട് 4-5 ദിവസത്തിന് ശേഷം ഹസരത് ഉമ്മുൽ മുമിനീൻ
എന്നെ തന്റെ സ്ഥലത്തെ വീട്ടിലേക്ക് കൊണ്ടുപോയി. മസീഹ് ഇസ്ലാമിന്റെ ഭാര്യ കൊണ്ടുപോയി. ഇപ്പോൾ അമ്മാജാനുള്ള സ്ഥലത്ത് പറയുന്നു, ഈ സ്ഥലം മുകളിൽ അടുക്കളയുള്ള ഭാഗത്താണ്. അമ്മാജാൻ തന്റെ വീട്ടിൽ വെച്ച് തല കഴുകിപ്പിച്ച് തരികയായിരുന്നു. ഒരു സ്ത്രീ എന്റെ തലയിൽ വെള്ളമൊഴിക്കുന്നുണ്ടായിരുന്നു. അമ്മാജാൻ മാതാവ് മരണപ്പെട്ട ആ പെൺകുട്ടിയുടെ തല കഴുകി കൊടുക്കുകയായിരുന്നു. അവർ പറയുന്നു, ഹദരത്ത് ഉമ്മുൽ മുഅ്മിനീൻ എന്റെ തലയിൽ സോപ്പ് തേച്ച് പിടിപ്പിക്കുകയും കഴുകുകയും ചെയ്യുകയായിരുന്നു. ആ സ്ത്രീ കൂടുതൽ വെള്ളം ഒഴിച്ച് കളയുമായിരുന്നു. മസീഹ് അലൈഹി ഇസ്ലാം ആ സ്ഥലത്ത് ഉലാത്തുകയായിരുന്നു. അദ്ദേഹം അത് ശ്രദ്ധിച്ചപ്പോൾ ആ സ്ത്രീയുടെ കയ്യിൽ നിന്നും ആ കിണ്ടി വാങ്ങി എന്റെ തലയിൽ വെള്ളം ഒഴിച്ചു തരാൻ തുടങ്ങി. വളരെ പതുക്കെ സാവകാശം വെള്ളം ഒഴിച്ചു തരുന്നുണ്ടായിരുന്നു. അത് അമ്മാജാൻ എന്റെ മുടി ചീകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹുസൂർ പറയുമായിരുന്നു, ഇങ്ങനെ ചെയ്താൽ പേനുകളൊക്കെ പോയിക്കോളും. തലയിൽ ഒരുപാട് പേന് പെരുകിയിട്ടുണ്ടാകും. ഒരുപാട് നാളായി മാതാവ് രോഗിയായി കിടപ്പായിരുന്നു. പിന്നീടാണ് മരണപ്പെട്ടത്. ശ്രദ്ധിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഏതായാലും ആ കാരണം കൊണ്ട് പേനുകൾ ഉണ്ടായതായിരിക്കാം, അല്ലെങ്കിൽ ആ പ്രദേശങ്ങൾ അങ്ങനെ സ്വാഭാവികമായും പേന് ഉള്ളതായിരിക്കാം. ഏതായാലും ഹുസൂർ പറഞ്ഞു, ഇങ്ങനെ തല കഴുകി ഇങ്ങനെ മുടി വാരിക്കൊണ്ടിരുന്നാൽ പേനുകൾ പോയിക്കൊള്ളും. വീട്ടു ജോലികളിൽ സഹായിക്കുന്നതിൽ അദ്ദേഹത്തിന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. മസീഹ് ഇസ്ലാമിൽ മുഫ്തി മുഹമ്മദ് സാദിഖ് സാഹിബ് പറയുന്നു, ഒരിക്കൽ ഞാൻ വുളു ചെയ്യുന്നതിനായി വെള്ളം അന്വേഷിച്ച് കിണ്ടിയും കയ്യിലേന്തി മസ്ജിദ് മുബാറക്കിൽ നിന്ന് ഹദ്രത്ത് സാഹിബിന്റെ മസീഹ് ഇസ്ലാമിന്റെ അകത്തെ വീടുകളിലേക്ക് പോകുന്ന ആ വാതിലിനുള്ളിലേക്ക് കടന്നു. അവിടെ ഹദ്രത്ത് സാഹിബിന്റെ ഏതെങ്കിലും ഭൃത്യന് കിണ്ടി നൽകി ഉള്ളിൽ നിന്ന് വെള്ളം വരുത്തിക്കാമെന്ന് കരുതി. യാദൃശ്ചികമായി ഉള്ളിൽ നിന്ന് ഹദ്രത്ത് മസീഹ് ഇസ്ലാം എഴുന്നള്ളി വന്നു. ഞാൻ നിൽക്കുന്നത് കണ്ടപ്പോൾ ചോദിച്ചു, തങ്ങൾക്ക് വെള്ളം വേണോ? ഞാൻ പറഞ്ഞു, അതേ ഹുസൂർ. ഹുസൂർ എന്റെ കയ്യിൽ നിന്ന് കിണ്ടി വാങ്ങിക്കൊണ്ട് പറഞ്ഞു, ഞാൻ കൊണ്ടുവന്ന് തരാം. എന്റെ സ്വയം ഉള്ളിൽ നിന്ന് വെള്ളം ഒഴിച്ച് കൊണ്ടുവന്ന് എനിക്ക് നൽകി. ഹദരത്ത് മിർസ ബഷീർ അഹമ്മദ് സാബ് പറയുന്നു, മർഹൂമും മഗ്ഫൂറുമായ ബഹുമാനി ഡോക്ടർ ഖലീഫ റഷീദ്ദീൻ സാഹിബിന്റെ പത്നി ബഹുമാനി മുറാദ് ഖാത്തൂൻ സാഹിബ ഇപ്രകാരം വിവരിച്ചു, ഒരിക്കൽ ഹദരത്ത് ഉമ്മുൽ മുഅ്മിനീനും എല്ലാവരും കൂടി ചേർന്ന് മാമ്പഴം കഴിച്ചു. മാമ്പഴക്കാലമായിരുന്നു. മൂഞ്ചി കുടിക്കുന്ന മാമ്പഴങ്ങളായിരുന്നു ആ കാലത്ത് കൂടുതൽ. അപ്പോൾ മുറ്റത്ത് നിറച്ചും തൊലികളുടെയും അണ്ടികളുടെയും 2-3 കൂമ്പാരങ്ങളുണ്ടായി. ധാരാളം സ്ത്രീകൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഒരുപാട് ഈച്ചകൾ വന്നു തുടങ്ങി. അവർ സംസാരിക്കുന്നതിൽ മുഴുകിപ്പോയി. ശുചിത്വത്തെക്കുറിച്ച് ആ സമയത്ത് അവർക്ക് ശ്രദ്ധ വന്നില്ല. അവർ പറയുന്നു, ആ സമയത്ത് ഞാനും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ചില ഭൃത്യകളും ഉണ്ടായിരുന്നു, പരിചരിക്കുന്ന സ്ത്രീകളും ഉണ്ടായിരുന്നു. ഇതിനിടയിൽ ഹദരത്ത് മസീഹ് ഇസ്ലാം വരികയും ഇത് കണ്ടപ്പോൾ സ്വയം കിണ്ടിയിൽ കുറച്ച് ഫിനൈൽ ഒഴിച്ച് വെള്ളത്തിൽ ഫിനൈൽ മിക്സാക്കി മുറ്റത്ത് തൊലിക്കൂട്ടങ്ങളിലേക്കും സ്വയം കൈകൊണ്ട് തെളിച്ചു. ഈച്ചകളൊക്കെ ഒഴിഞ്ഞു പോകാൻ, അങ്ങനെ അഴുക്ക് വൃത്തിയാവാനും വേണ്ടിയായിരുന്നു ചെയ്തിരുന്നത്. ദുർഗന്ധം വമിക്കാതിരിക്കാൻ ആരോടും ഒന്നും പറയുന്നതിന് പകരം സ്വന്തം പ്രവൃത്തിയിലൂടെ തന്നെ കാണിച്ചു തന്നു അഴുക്കുകൾ വേഗത്തിൽ വൃത്തിയാക്കണമെന്ന്. അദ്ദേഹത്തിന്റെ വിനയം ഇവിടെ ദൃശ്യമാകുന്നതോടൊപ്പം തന്നെ ആരോഗ്യ സംരക്ഷണത്തോടുള്ള ശ്രദ്ധയും ഇതിൽ നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. ലാഹോറിലെ ചില പ്രമുഖരടങ്ങിയ ഒരു പ്രതിനിധി സംഘം അതിൽ ഡോക്ടർ അല്ലാമ ഇക്ബാലും അതുപോലെ സർ ഷഹാബുദ്ദീൻ സാഹിബും മറ്റും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഹദരത്ത് അഖ്ദസിനെ സന്ദർശിക്കുന്നതിനായി മസീഹ് ഇസ്ലാമിനെ കാണുന്നതിനെ വന്നു. ആ കൂടിക്കാഴ്ചയുടെ അവസ്ഥ വിവരിച്ചുകൊണ്ട് ബാബു ഗുലാം മുഹമ്മദ് സാഹിബ് പറയുന്നു, റളിയല്ലാഹു അൻഹു പറയുന്നു, രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷം കട്ടിലുകൾ വിതരണം ചെയ്തപ്പോൾ ഞാൻ ശക്തവും വലുതുമായ ഒരു വലിയ കട്ടിൽ തന്നെ എടുത്തു. എന്നാൽ ചൗധരി ഷഹാബുദ്ദീൻ സാഹിബ്, പിന്നീട് സർ ഷഹാബുദ്ദീൻ എന്ന് വിളിക്കപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം, എന്റെ കിടക്ക അവിടെ നിന്ന് എടുത്ത് മാറ്റി എന്റെ കട്ടിൽ കൈക്കലാക്കി. ഹസരത്ത് സാഹിബ് വന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ഓരോരുത്തരോടുമായി ചോദിച്ചറിഞ്ഞു. ഓരോരുത്തരും പറഞ്ഞു, ഹുസൂർ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. എന്നാൽ എന്റെ അടുത്ത് എത്തിയപ്പോൾ ഞാൻ പ്രയാസപ്പെട്ട് നിൽക്കുകയായിരുന്നു. കാരണം എന്റെ കട്ടിൽ ചൗധരി ഷഹാബുദ്ദീൻ സാഹിബ് കൈക്കലാക്കിയിരുന്നു. ഞാൻ പറഞ്ഞു, ഹുസൂർ, ഷഹാബുദ്ദീൻ സാഹിബ് എന്റെ കട്ടിൽ കൈക്കലാക്കി പിടിച്ചെടുത്തു. ഞാൻ എവിടെ കിടന്നുറങ്ങുമെന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കാൻ. പറഞ്ഞു, നിൽക്കൂ, ഞാൻ താങ്കൾക്ക് വേണ്ടി കട്ടിൽ കൊണ്ടുവരാം. അദ്ദേഹം പറയുന്നു. അങ്ങനെ ഹസരത്ത് സാഹിബ് അവിടെ നിന്നും പോയി. ഒട്ടേറെ സമയം കഴിഞ്ഞിട്ട് കട്ടിൽ വരുന്നത് കാണുന്നില്ല. ഞാൻ ഹുസൂറിന്റെ വീടിന്റെ മുറ്റത്തെ വാതിലൂടെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ എന്താണ് കാണുന്നത്? ഒരാൾ വേഗം കട്ടിൽ നെയ്യുകയാണ്. ഹുസൂർ അദ്ദേഹത്തിന് അടുത്തിരുന്ന് വിളക്ക് കയ്യിലേന്തി ലൈറ്റ് കാണിച്ച് അദ്ദേഹത്തിന് വെളിച്ചം നൽകിയാണ്. ഹുസൂറിന്റെ ഈ അവസ്ഥ കണ്ട് എനിക്ക് വല്ലാത്ത ലജ്ജ തോന്നി. ഞാൻ മുന്നോട്ട് വന്നു. വാതിൽ തുറന്നു തന്നെ കിടക്കുകയായിരുന്നു. ഞാൻ അഭ്യർത്ഥിച്ചു, ഹുസൂർ, വിളക്ക് എന്റെ കയ്യിൽ തന്നേക്കൂ, ഈ ലൈറ്റ് എനിക്ക് തന്നേക്കൂ. എന്നാൽ ഹുസൂർ പറഞ്ഞു, ഇനി ഇപ്പോൾ ഒരു വരി മാത്രമേ ബാക്കിയുള്ളൂ. ഹുസൂറിന്റെ ഈ സ്വഭാവം കണ്ട് എന്നിൽ എത്രമാത്രം സ്വാധീനമുണ്ടായെന്നാൽ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒലിച്ചിറങ്ങി. ആ സമയത്ത് ഞാൻ ഹുസൂറിന്റെ പാവന മുഖത്തേക്ക് നോക്കി പറയുകയായിരുന്നു, ഈ മുഖം ഒരിക്കലും ഒരു വ്യാജന്റേതാകാൻ തരമില്ല.
മസീഹ് ഇസ്ലാമിന്റെ സേവകൻ മർഹൂം മിർസ ഇസ്മായിൽ ബേഗിന്റെ സാക്ഷ്യം ഇപ്രകാരമാണ്. ഹദരത്ത് മസീഹ് അലി ഇസ്ലാം തന്റെ വന്ധ്യപിതാവിന്റെ കൽപ്പന പ്രകാരം ദൈവനിയുക്തനാകുന്നതിന് മുമ്പ് മസീവാദത്തിന് മുമ്പ് കേസുകൾ നടത്തിപ്പിനായി പോകുമ്പോൾ സവാരിക്കായി ഒരു കുതിരയും കൂടെ ഉണ്ടാകുമായിരുന്നു. ഞാനും സാധാരണയായി കൂടെ പോകുമായിരുന്നു. എന്നാൽ അദ്ദേഹം നടക്കാൻ തുടങ്ങുമ്പോൾ കാൽനടയായി തന്നെ നടക്കുകയും എന്നെ കുതിരപ്പുറത്ത് കയറ്റിയിരുത്തുകയും ചെയ്യുമായിരുന്നു. സേവകനായിരുന്ന വ്യക്തിയെ കുതിരപ്പുറത്ത് ഇരുത്തുകയും അദ്ദേഹം സ്വയം കാൽനടയായി നടക്കുകയും ചെയ്യുമായിരുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ പലവട്ടം വിസമ്മതിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുമായിരുന്നു. ഹുസൂർ, എനിക്ക് ലജ്ജ തോന്നുന്നു. അദ്ദേഹം പറയുന്നു, നമുക്ക് നടന്നു പോകാൻ ലജ്ജ തോന്നുന്ന സ്ഥിതിക്ക് താങ്കൾക്ക് സവാരി ചെയ്യാൻ എന്തുകൊണ്ട് ലജ്ജ തോന്നണം? അത് സാഹിബ് കാദിയാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ എപ്പോഴും ആദ്യം എന്നെയാണ് കയറ്റിയിരുന്നത്. പകുതിയോ അതിൽ കുറവോ കൂടുതലോ ദൂരം മാത്രം പിന്നിടുമ്പോൾ ഞാൻ താഴെ ഇറങ്ങിയും അദ്ദേഹം കയറുകയും ചെയ്യുമായിരുന്നു. ഇതുപോലെ തന്നെ കോടതിയിൽ നിന്ന് മടങ്ങുമ്പോഴും ആദ്യം എന്നെ കയറ്റിയിരുത്തുകയും പിന്നീട് പകുതി വഴിക്ക് ശേഷം അദ്ദേഹം കയറുകയും ചെയ്യുമായിരുന്നു. അദ്ദേഹം കയറിയിരിക്കുമ്പോൾ പിന്നെ കുതിര ഏത് വേഗത്തിലാണ് നടക്കുന്നത് അതേ വേഗത്തിൽ തന്നെ അത് നടക്കാൻ അനുവദിക്കുമായിരുന്നു, വേഗം കൂട്ടുമായിരുന്നില്ല. അങ്ങനെ ഞാൻ ഒപ്പം നടക്കുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയായിരുന്നത്. ഹദരത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് പറയുന്നു, മൗലവി ഷെയർ അലി സാഹിബിനോട് വിവരിച്ചു. ഹദരത്ത് മസീഹ് അലി ഇസ്ലാമിന് മൗലവി മുഹമ്മദ് അലി സാഹിബിൽ നിന്ന് എന്തെങ്കിലും കാര്യം ചോദിച്ചറിയേണ്ടിയിരുന്നപ്പോൾ അദ്ദേഹം തന്റെ അടുക്കിലേക്ക് വിളിക്കുന്നതിന് പകരം സ്വയം മൗലവി സാഹിബിന്റെ കൊച്ചുമുറിയിലേക്ക്, ചെറിയ മുറിയായിരുന്നു അത്, വരുമായിരുന്നു. ഹസരത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് പറയുന്നു, ഞാൻ പറഞ്ഞു തരാം. ഹസരത്ത് മസീഹ് ഇസ്ലാമിന്റെ ജീവിതകാലത്ത് മൗലവി മുഹമ്മദ് അലി സാഹിബ് അദ്ദേഹത്തിന്റെ വീടിന്റെ ഒരു ഭാഗത്തായിരുന്നു താമസിച്ചിരുന്നത്. ഹസരത്ത് മസീഹ് ഇസ്ലാം തന്റെ വീടിന്റെ ഒരു മുറി മൗലവി മുഹമ്മദ് അലി സാഹിബിന് നൽകിയിട്ടുണ്ടായിരുന്നു. ഒരു മുറി നൽകിയതായിരുന്നു. അദ്ദേഹത്തിന്റെ ജോലി ചെയ്യുന്ന ഓഫീസ് മസ്ജിദ് മുബാറക്കിന്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ആ കൊച്ചുമുറിയിലായിരുന്നു. അവിടെ ഹസരത്ത് മസീഹ് അലി ഇസ്ലാം മസ്ജിദ് മുബാറക്കിന്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ആ കൊച്ചുമുറിയിലായിരുന്നു ജോലി ചെയ്യുന്നത്. അവിടെ ഹസരത്ത് മസീഹ് ഇസ്ലാം സ്വയം അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് പോകുമായിരുന്നു. കഷ്ടമെന്ന് പറയട്ടെ, മൗലവി സാഹിബ് നബിതങ്ങൾ മസീഹ് ഇസ്ലാമിന്റെ വിനയത്തിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടിയിരുന്ന പാഠം ഉൾക്കൊണ്ടില്ല. ഒടുവിൽ അഹംഭാവം അദ്ദേഹത്തിന് നാശം വരുത്തി വെച്ചു. അൽഹക്കം എഡിറ്റർ ഹസരത്ത് മസീഹ് മൗദിന്റെ എളിമയെക്കുറിച്ച് എഴുതുന്നു, അദ്ദേഹം നടക്കാൻ ഇറങ്ങുമ്പോൾ ആരും മുന്നോട്ട് പോകരുത് എന്ന തരത്തിലുള്ള യാതൊരു നിഷ്കർഷവും ഉണ്ടായില്ല. താൻ തന്നെ മുന്നിലിരിക്കണം എന്ന് നിർബന്ധമുണ്ടായിരുന്നില്ല. മറിച്ച് പലപ്പോഴും പിറകിൽ നിന്ന് പൊടിപടലങ്ങൾ ഉയരുന്നുണ്ടെന്നും ഹദരത്ത് മസീഹ് ഇസ്ലാം പിന്നിലാണെന്നും സാബിവാര്യന്മാർക്ക് ചിന്ത ഉണ്ടാകാറുണ്ട്. അവർ ഭയക്കാറുണ്ട് പൊടി മസീഹ് പറ്റുന്നുണ്ടോ എന്ന്. നടക്കുമ്പോൾ മണ്ണ് പിറകിൽ ഉയരുമായിരുന്നു. മണ്ണിട്ട റോഡുകളായിരുന്നു അന്ന്. എന്നാൽ ഹദരത്ത് മസീഹ് ഇസ്ലാം ഒരിക്കലും ഇങ്ങനെയുള്ള ചിന്ത ഒന്നും വച്ചു പുലർത്തിയില്ല. പലപ്പോഴും ഇപ്രകാരം സംഭവിക്കാറുണ്ട്. പിന്നിൽ നിന്ന് ആളുകളും നടന്നു വരികയും ഹുസൂറിനെ തട്ടുകയോ ചെരുപ്പ് ഊരിപ്പോവുകയോ ചെയ്യും. അതായത് ആരുടെയെങ്കിലും കാൽ തട്ടുകയോ തട്ടുന്നത് കാരണം വടി താഴെ വീഴുകയോ ചെയ്യും. എന്നാൽ അദ്ദേഹം എന്തെങ്കിലും വിഷമം പ്രകടിപ്പിക്കുകയോ ഏതെങ്കിലും പ്രത്യേക രീതി തനിക്ക് വേണ്ടി ഇഷ്ടപ്പെടുകയോ ചെയ്തത് ആരും കണ്ടിട്ടോ കേട്ടിട്ടോ ഉണ്ടാവില്ല. നിങ്ങൾക്ക് ബോധമില്ലേ എന്ന് ഒരിക്കലും ചോദിച്ചിട്ടില്ല. മസ്ജിദിൽ പലതവണ ഇപ്രകാരം ഉണ്ടായിട്ടുണ്ട്. ഹുസൂർ സാബികളുടെ കൂട്ടത്തിൽ ഇരിക്കുകയായിരിക്കും. അപ്പോൾ ഏതെങ്കിലും അപരിചിതൻ വരികയും അദ്ദേഹം മുന്നോട്ട് ചെന്ന് മൗലവി അബ്ദുൽ കരീം സാഹിബിനോ ഹദരത്ത് ഹക്കീമുൽ ഉമ്മത്ത് ഖലീഫ അവലിനോട് ആദ്യം ഹസ്തദാനം ചെയ്യും. ഹദരത്ത് മസീമതയായി അവരെ കരുതുക. ആ രണ്ട് മഹാത്മാക്കളിൽ ഒരാളെ കരുതും. അപ്പോൾ ആ മഹാത്മാക്കൾ സ്വയം ആളുകൾക്ക് തിരുത്തി കൊടുക്കുമായിരുന്നു. ഹദരത്ത് സാഹിബ് ഇതാണെന്ന് കാണിച്ചു കൊടുക്കുമായിരുന്നു. ചുരുക്കത്തിൽ തന്റെ യജമാനനായ ഹദരത്ത് മുഹമ്മദ് മുസ്തഫ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവൃത്തിയാണ്, ആ വിനയത്തെയാണ് എപ്പോഴും അദ്ദേഹം പിന്തുടർന്നിരുന്നത്. ആ വിനയത്തിന്റെ മാതൃക തന്നെയാണ് അദ്ദേഹവും കാണിച്ചു തന്നത്. ഡോക്ടർ ബിഷാരത്ത് അഹമ്മദ് സാഹിബിന്റെ ഒരു നിവേദനമുണ്ട്. മലയർക്കോട്ടയിലെ നവാബ് മുഹമ്മദ് അലി ഖാൻ സാഹിബിന്റെ ഭാര്യ വഫാത്തായി. ഹദരത്ത് അഖ്ദസ് മയ്യത്തിന്റെ കൂടെ ഖബർസ്ഥാനിലേക്ക് പോയി. മയ്യത്ത് നമസ്കാരം സ്വയം നമസ്കരിപ്പിച്ചു. ഖബർ അപ്പോൾ പൂർണ്ണമായും തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ഞാനും മയ്യത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. ആളുകൾ ഖബർ കുഴിക്കുന്നത് കാണാൻ നോക്കിയിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാനും ആ ഭാഗത്തേക്ക് ശ്രദ്ധ തിരിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഹദരത്ത് സാഹിബ് അവിടെ ഇല്ല. അവിടെ ഒന്നും കാണുന്നില്ല. പരിഭ്രമിച്ച് ഞാൻ അങ്ങും ഇങ്ങും നോക്കിയപ്പോൾ തോട്ടത്തിൽ ഒരിടത്ത് തനിച്ച് മണ്ണിൽ ഇരിക്കുന്നതായി എൻ്റെ കണ്ണിൽപ്പെട്ടു. ഞാൻ വേഗം ഒരു മരത്തിന്റെ ചുവട്ടിൽ വെളുത്ത വിരിപ്പ് വിരിക്കും ഹദരത്ത് സാഹിബിനോട് ചെന്ന് പറഞ്ഞു, ഇവിടെ വെയിലാണ്, അവിടെ മരത്തിന്റെ തണലിലേക്ക് എഴുന്നള്ളിയാലോ. അദ്ദേഹം പറഞ്ഞു, അതെ ശരിയാണ്, ഇത് നല്ല തന്നെ. അദ്ദേഹം മരണത്തണലിൽ ആ വിരിപ്പിൽ തന്നെ ഇരുന്നു. തൊട്ടടുത്ത് തന്നെ ഞാനും ഇരുന്നു. അദ്ദേഹം പറയുന്നു, അല്പം കഴിഞ്ഞപ്പോൾ ഹദരത്ത് സാഹിബ് മരത്തിന്റെ ചുവട്ടിലിരിക്കുന്നത് കണ്ട് ആളുകൾ അങ്ങോട്ട് വരാൻ തുടങ്ങി. അപ്പോൾ ആര് വന്നാലും അഖ്ദസ് അദ്ദേഹത്തോട് വരുന്ന ആ വ്യക്തിയോട് പറയും, വരി ഇവിടെ ഇരിക്കൂ. എന്നിട്ട് സ്വയം പിറകോട്ട് നീങ്ങിയിരിക്കും. വരുന്നയാളെ വിരിപ്പിൽ ഇരുത്തുകയും ചെയ്യും. ആളുകൾ വന്നുകൊണ്ടേയിരുന്നു. ഹദരത്ത് സാഹിബ് പിറകോട്ട് നീങ്ങി ആളുകൾ വിരിപ്പിൽ ഇരുത്തിക്കൊണ്ടിരുന്നു.
അങ്ങനെ അധിക സമയം കഴിയാതെ തന്നെ ഞാൻ നോക്കുമ്പോൾ അത് സാഹിബ് മണ്ണിലിരിക്കുകയാണ്. ശിഷ്യന്മാർ എല്ലാവരും വിരിപ്പിലിരിക്കുകയാണ്. വരുന്നവരുടെ അവസ്ഥ മസീമദിനെ കാണണം, കൂടിക്കാഴ്ച നടത്തണം എന്നുള്ള അതിയായ ആഗ്രഹത്താൽ അവർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാൻ പോലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഹദ്രത്ത് സാഹിബ് താഴെയായി പോയെന്നും ഞങ്ങൾ വിരിപ്പിലാണ് ഇരിക്കുകയാണെന്നും അവർക്ക് മനസ്സിലായില്ല. എന്നാൽ അദ്ദേഹം പറയുന്നു, ഞാൻ ഇത് കാണുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ പെടുമായിരുന്നു, നൊമ്പരപ്പെടുമായിരുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ ഈമാൻ വർദ്ധിച്ചു കൊണ്ടിരുന്നു. അള്ളാഹു എന്ത് മഹത്തായ പദവിയാണ് നൽകിയിട്ടുള്ളത് അദ്ദേഹത്തിന്, എന്നിട്ടും ഇത്രമാത്രം വിനയവും താഴ്മയുമാണുള്ളത് എന്ന്. ഹസരത്ത് അബ്ദുള്ള ആഥുവുമായുള്ള സംവാദം നടക്കുന്ന സമയം, ആ സമയത്തെ ഒരു സംഭവം മുൻഷി സഫർ അഹമ്മദ് സാഹിബ് പ്രകാരം വിവരിക്കുന്നു. കരീം ബക്ഷ് എന്നൊരു പ്രമാണിയുടെ മാളികയിലായിരുന്നു ഞങ്ങൾ അപ്പോൾ തങ്ങിയിരുന്നത്. കർണേൽ അൽത്താഫ് അലി ഖാൻ ഞങ്ങളോടൊപ്പം ചേർന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ഹദരത്ത് സാഹിബിനെ ഒറ്റക്ക് കാണാൻ ആഗ്രഹിക്കുന്നു. കർണൽ സാഹിബ് വലിയ വസ്ത്രം ധരിച്ച് താടിയും മുടിയും കളഞ്ഞിരിക്കുകയായിരുന്നു, ഷേവ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു, ക്ലീൻ ഷേവ് ആയിരുന്നു. ഞാൻ പറഞ്ഞു, താങ്കൾ അകത്തേക്ക് പോയാലും പുറത്തുനിന്ന് ആരെയും അകത്തേക്ക് ഞങ്ങൾ കയറ്റി വിടുന്നതല്ല. അങ്ങനെ കർണൽ സാഹിബ് അകത്തേക്ക് പോയി. അങ്ങനെ അരമണിക്കൂറോളം ഏകദേശം മസീമദുൽ ഇസ്ലാമിനോടൊപ്പം ഒറ്റക്ക് ചെലവഴിച്ചു. കർണൽ സാഹിബ് പുറത്തു വന്നപ്പോൾ കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു, കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, താങ്കൾ എന്താണ് സംസാരിച്ചത് ഇങ്ങനെ അവസ്ഥയുണ്ടാകാൻ? പറഞ്ഞു, ഞാൻ അകത്ത് പോയപ്പോൾ അത് സാഹിബ് കരുതിയിരുന്നത് ഞാൻ ആ വിരിപ്പിലാണ് ഇരിക്കുന്നത് എന്ന ഒരു ധാരണയിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു വിരിപ്പിൽ മസീം ഇസ്ലാമിന്റെ മുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ശരിക്കും ബാക്കി ശരീരഭാഗം നിലത്ത് തന്നെ ആയിരുന്നു. ഞാൻ പറഞ്ഞു, ഉസൂർ താങ്കൾ നിലത്താണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ഉസൂർ കരുതി അപ്പോൾ കർണൽ സാഹിബ് ഈ ആ പരവതാനിയിൽ ഇരിക്കുന്നത് ഇഷ്ടപ്പെടില്ല എന്ന് മസീം ഇസ്ലാമിന് തോന്നി. എന്നിട്ട് മസീം ഇസ്ലാമിന്റെ തലപ്പാവിന്റെ തുണി അതിന്റെ മേൽ വിരിച്ചു കൊണ്ട് പറഞ്ഞു, ഇതിൽ ഇരുന്നാലും. അങ്ങനെ തലപ്പാവ് ഊരി അതിന്റെ തുണി വിരിച്ച് കൊടുത്തു, നല്ല തുണിയിലിരിക്കാൻ. അങ്ങനെ നിലത്ത് വിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരുന്നോളൂ. അപ്പൊ കർണൽ സാഹിബ് പറഞ്ഞു, കർണൽ സാഹിബ് അവിടെയുള്ള പരുക്കൻ പരവതാനിയിൽ ഇരിക്കാൻ ഇഷ്ടപ്പെടില്ല എന്നാണ് അദ്ദേഹം കരുതിയിരുന്നത്. അങ്ങനെ തലയിലുള്ള തുണി ഊരി വിരിച്ചു കൊടുത്തു ഇരിക്കാൻ വേണ്ടി. ഈ അവസ്ഥ കണ്ട് കർണൽ സാഹിബ് പറയുന്നു, എൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകാൻ തുടങ്ങി. അപ്പോൾ അത് കണ്ട് കർണൽ സാഹിബ് പറഞ്ഞു, ഞാൻ വിലായത്തിൽ ബാപ്റ്റൈസ് ചെയ്തിട്ടുണ്ട്, അതായത് ക്രിസ്ത്യാനി ആയിട്ടുണ്ട്, ബപ്റ്റിസം മുക്കിയിട്ടുണ്ട്. എന്നാൽ ഇത്രയും ഈ നെറുകെട്ടവനായി ഈമാനില്ലാത്തവനായി ഞാൻ അധപ്പതിച്ചിട്ടില്ല. ഉസൂറിന്റെ തലപ്പാവ് വിരിച്ച് ഇരിക്കാൻ വേണ്ടി മാത്രം ഞാൻ ദുഷ്ടനല്ല. ഉസൂർ പറഞ്ഞു, അതിനൊരു കുഴപ്പമില്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ, യാതൊരു സങ്കോചവും കൂടാതെ താങ്കൾ ഇരുന്നാലും. പറഞ്ഞു, ഞാൻ എന്തായാലും ആ തലപ്പാവിന്റെ തുണി ശീല അവിടെ നിന്ന് മാറ്റി ആ പരുക്കൻ പരവതാനിയിൽ തന്നെ ഇരുന്നു. എന്നിട്ട് ഞാൻ എൻ്റെ അവസ്ഥകൾ കേൾപ്പിക്കാൻ തുടങ്ങി. ഞാൻ ഒരുപാട് മദ്യപിക്കും, ഒരുപാട് പാപങ്ങളിലും ഞാൻ മുഴുകിയിരിക്കുന്നവനാണ്, അള്ളാഹിന്റെ റസൂലിന്റെ പേര് പോലും അറിയില്ല, ഒരു കാര്യവും അറിയില്ല. എന്നാൽ ഇപ്പോൾ താങ്കളുടെ സമക്ഷം ഞാൻ ക്രിസ്തു മതത്തിൽ നിന്നും തോബ് ചെയ്തുകൊണ്ട് മുസ്ലിം ആകുന്നു. ഈ എല്ലാ ദുഷ്കർമ്മങ്ങളും ഉണ്ടായിട്ടും ഞാൻ ക്രിസ്ത്യാനി ആയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ താങ്കളുടെ ഈ അവസ്ഥ കണ്ടുകൊണ്ട്, താങ്കളുടെ വാക്കുകൾ ശ്രവിച്ചുകൊണ്ട് ഞാൻ മുസ്ലിം ആയിത്തീരുന്നു. എന്നാൽ എനിക്ക് ഉണ്ടായിട്ടുള്ള ദുശ്ശീലങ്ങൾ ഒഴിവാക്കുക ബുദ്ധിമുട്ടായി എനിക്ക് തോന്നുന്നു. ഹുസൂർ പറഞ്ഞു, ഒരുപാട് ഇസ്തിഗ്ഫാർ ചൊല്ലുക, 5 നേരം നമസ്കാരവും ശീലമാക്കുക, നിത്യശീലമാക്കുക. ഈ ഒരു പോംവഴിയാണുള്ളത്. തിന്മകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ദീനിൽ നിന്നും മനുഷ്യൻ അകന്ന് പോവുകയാണെങ്കിൽ ഒരുപാട് ഇസ്തിഗ്ഫാർ ചെയ്യുക, നമസ്കാരത്തിൽ ശ്രദ്ധ ചെലുത്തുക. ഞാൻ പറയുന്നു, ഞാൻ ഹുസൂറിന്റെ അടുത്ത് ഇരുന്നിടത്തോളം എൻ്റെ അവസ്ഥക്ക് മാറ്റം വന്നുകൊണ്ടിരുന്നു. ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നു. അതേ അവസ്ഥയിൽ ഞാൻ ഇസ്ലാം സ്വീകരിക്കുകയും ഇസ്തിഗ്ഫാർ ചൊല്ലുകയും ഇസ്തിഗ്ഫാർ സ്ഥിരം ചൊല്ലുകയും നമസ്കാരം നിത്യശീലമാക്കുകയും ചെയ്യുമെന്ന് ഏറ്റുപറയുകയും ചെയ്തു. ഞാൻ അങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഹുസൂറിനോട് അനുമതി തേടി ഞാൻ തിരിച്ചുപോയി. ആ ഒരു സ്വാധീനം ഇപ്പോഴും എൻ്റെ ഹൃദയത്തിലുണ്ട്, അദ്ദേഹം വിവരിക്കുന്നു. ഈ കർണൽ സാഹിബ് ഒരു സംവാദത്തിൽ ഏർപ്പെടുകയായിരുന്നു മസീമദുമായിട്ട്. എന്നിട്ട് ക്രിസ്തീയ പക്ഷത്തിലായിരുന്നു അദ്ദേഹം ഇരുന്നിരുന്നത്. എന്നാൽ അള്ളാഹു അദ്ദേഹത്തിൻ്റെ സൽപ്രകൃതം കാരണം
അദ്ദേഹത്തിന് ഇസ്ലാം സ്വീകരിക്കാനുള്ള തൗഫീഖ് നൽകി. രണ്ടാമതും ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നു. മൗലവി അബ്ദുൽ കരീം സാബ് സിയാൽക്കോട്ടി വിവരിക്കുന്നു, 1896 അല്ലെങ്കിൽ ആ സമയത്തുള്ള സംഭവമാണ്. കാരണം 1900-ലാണ് ഈ ഒരു വിജ്ഞാപനം അദ്ദേഹം ഇറക്കിയത്. 4 വർഷം മുമ്പുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ ലുധിയാനയിൽ പോയതായിരുന്നു. ജൂൺ മാസമായിരുന്നു. വീട് പുതുതായി പണിതതായിരുന്നു. ഉച്ച സമയം ഞാൻ അവിടെ കിടക്ക വിരിച്ചിട്ടുണ്ടായിരുന്നു, കട്ടിൽ വിരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ കിടന്നു, ചാർപ്പായിൽ കിടന്നു. അത് സാബ് അവിടെ ഉലാത്തുകയായിരുന്നു. ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ മസീഹ് ഇസ്ലാം നിലത്ത് എൻ്റെ കട്ടിലിൻ്റെ താഴെ കിടക്കുകയായിരുന്നു. ഞാൻ ഉപചാരപൂർവ്വം പെട്ടെന്ന് ഭയന്ന് എഴുന്നേറ്റിരുന്നു. അദ്ദേഹം വളരെ സ്നേഹത്തോട് ചോദിച്ചു, എന്തിനാണ് എഴുന്നേറ്റത്? ഞാൻ പറഞ്ഞു, താങ്കൾ നിലത്ത് കിടക്കുകയാണല്ലോ, അങ്ങനെ ഇരിക്കെ ഞാൻ എങ്ങനെ മുകളിൽ കിടക്കുവാൻ എനിക്ക് പറ്റും? പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ താങ്കൾക്ക് കാവൽ നിൽക്കായിരുന്നു. ഈ കുട്ടികൾ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കുന്നത് ഞാൻ അവരെ തടയുകയായിരുന്നു, താങ്കളുടെ ഉറക്കത്തിന് ഭംഗം വരാതിരിക്കാൻ വേണ്ടി. ഹസരത് മുൻഷി മുഹമ്മദ് ദീൻ സാബ് തൻ്റെ ബയ്യത്തിൻ്റെ സംഭവം ആ ദൃശ്യത്തെ വിവരിച്ചുകൊണ്ട്, ആ രംഗം വിവരിച്ചുകൊണ്ട് പറയുന്നു, 1894 ഞാൻ മസീഹ് ഇസ്ലാമിൻ്റെ തൃക്കരങ്ങളിൽ ബയ്യത്ത് ചെയ്യുകയുണ്ടായി, അനുസരണ പ്രതിജ്ഞ ചെയ്യുകയുണ്ടായി. വൈകുന്നേരം സായാഹ്ന നമസ്കാര സമയം വരെ മുൻഷി അബ്ദുൽ അസീസ് സാഹിബ്, ജമാലുദ്ദീൻ സാബ് സിഖ്വാനി എന്നോടൊപ്പം ഉണ്ടായിരുന്നു. നമസ്കാരം കഴിഞ്ഞതിന് ശേഷം മുൻഷി സാഹിബ് എന്നെ ചൂണ്ടിക്കൊണ്ട് മസീഹ് ഇസ്ലാമിനോട് പറഞ്ഞു, ഹുസൂർ ഇദ്ദേഹത്തിൻ്റെ ബൈത്ത് സ്വീകരിച്ചാലും. ഹുസൂർ പറഞ്ഞു, അകത്തേക്ക് വന്നാലും. ഞാൻ ഒറ്റയ്ക്ക് ബൈത്തുൽ ഫിക്കറിൽ പോയി. ഹുസൂർ ഒരു കട്ടിലിൻ്റെ കാൽഭാഗത്തേക്ക് ഇരുന്നു. എന്നിട്ട് എന്നെ കട്ടിലിൻ്റെ തലഭാഗത്തേക്ക് എന്നോട് ഇരിക്കാൻ വേണ്ടി ആംഗ്യം കാണിച്ചു, നിർദ്ദേശിച്ചു. ആദ്യമേ ഞാൻ പരിഭ്രമിച്ചു. പിന്നീട് ഹുസൂർ അത് ആവർത്തിച്ചപ്പോൾ ഞാൻ അവിടെ തന്നെ ഇരുന്നു. ഹുസൂർ എന്നിട്ട് ബൈത്ത് സ്വീകരിച്ചു. ഹുസൂറിൻ്റെ സ്വഭാവം കണ്ട് ഞാൻ വളരെ അത്ഭുതപ്പെട്ടു. പീറുകളുടെ അവസ്ഥ നോക്കുക, അവരുടെ അടുത്ത് പോലും ആർക്കും ഇരിക്കാൻ പറ്റില്ല. എന്നാൽ മസീമോദിനെ നോക്കുക, അള്ളാഹുവിൻ്റെ ഒരു വിനീതനായ എന്നെ തൻ്റെ കട്ടിലിൽ തലഭാഗത്തിരുത്തുന്നു, നല്ല ഭാഗത്തിരുത്തുന്നു. മുൻഷി അബ്ദുൽ അസീസ് സാബ് റൂമിൽ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നില്ലെങ്കിലും പുറത്തു നിന്ന് ഈ ദൃശ്യം കാണുന്നുണ്ടായിരുന്നു. അത് മുൻഷി സഫർ അഹമ്മദ് സാബ് പറയുന്നു, ഒരിക്കൽ മുൻഷി അറോഡ സാബ് മർഹൂം ലുധിയാനയിൽ ഹുസൂറിൻ്റെ സമക്ഷം അഭ്യർത്ഥിച്ചു, എപ്പോഴെങ്കിലും ഹുസൂർ കപൂർ തലയിലേക്ക് വന്നാലും. ആ സമയത്ത് കപൂർ തലയിൽ റെയിൽ സിസ്റ്റം തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഹുസൂർ പറഞ്ഞു, തീർച്ചയായും ഒരിക്കൽ വരുന്നതാണ്. അതിനുശേഷം പെട്ടെന്ന് തന്നെ അറിയിപ്പില്ലാതെ ഹുസൂർ ഒരിക്കൽ കപൂർ തലയിലേക്ക് വന്നു. എന്നിട്ട് യക്ക നിർത്തുന്ന സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിക്കൊണ്ട് ടാങ്കിയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഫത്തേഹ് വാലി മസ്ജിദ് ഖാൻ കപൂർ തലയിൽ അവിടെ എത്തി. അവിടെ ഫത്തേഹ് വാലി എന്നൊരു മസ്ജിദ് ഉണ്ടായിരുന്നു. മുഹമ്മദ് അലി സാബ് കൂടെ ഉണ്ടായിരുന്നു. മുൻഷി സാബ് അവിടുത്തെ മുല്ലയെ അയച്ചു. അനഹമ്മദിയായിരുന്നു. മുൻഷി അറോഡ് സാഹിബ് മുൻഷി സഫർ അഹമ്മദ് സാഹിബിന് ഞങ്ങളുടെ വരവിൻ്റെ അറിയിപ്പ് നൽകി. ഞാനും മുൻഷി അറോഡ് സാഹിബും കച്ചേരിയിലായിരുന്നു, കോടതിയിലായിരുന്നു ജോലി ചെയ്തിട്ടായിരുന്നത്. മുൻഷിയായിരുന്നു, എഴുത്തുകാരനായിരുന്നു. മുല്ല വന്നിട്ട് ഞങ്ങളെ അറിയിച്ചു, മിർസ സാഹിബ് പള്ളിയിൽ വന്നിട്ടുണ്ട് എന്ന്. അദ്ദേഹം എന്നെ അയച്ചിരിക്കുകയാണ് ഈ വിവരം അറിയിക്കാൻ വേണ്ടിയെന്ന്. മുൻഷി അറോഡ സാഹിബ് വളരെ അത്ഭുതത്തോടെ, വളരെ നീരസത്തോടെ ചോദിച്ചു. പഞ്ചാബിയിൽ പറഞ്ഞു, നോക്ക്, നിന്റെ പള്ളിയിൽ വന്നിട്ട് മസ്ജിദ് മിർസ സാഹിബ് വന്നിരിക്കുകയാണ്, താങ്കളുടെ മസ്ജിദിൽ വന്നാണ് ഇരിക്കുന്നത്, ഇതെങ്ങനെയാ സംഭവിക്കാനാണ്? കളവ് പറയരുത്. ഞാൻ പറഞ്ഞു, പോയി നോക്കിയാലും ഒന്ന് നോക്കേണ്ടതുണ്ട്, മുൻഷി സാഹിബ് പറഞ്ഞപ്പോൾ. പിന്നെ മുൻഷി സാഹിബ് പെട്ടെന്ന് തന്നെ തലപ്പാവ് ധരിച്ചുകൊണ്ട് എൻ്റെ ഒപ്പം നടന്നു. പള്ളിയിൽ പോയി നോക്കിയപ്പോൾ ഹുസൂർ നിലത്ത് കിടക്കുകയായിരുന്നു. ഹാഫിസ് അഹമ്മദ് അലി സാബ് കാല് തടവി കൊടുക്കുകയായിരുന്നു. അടുത്ത് തന്നെ ഒരു ചെറിയൊരു പാത്രവും അതുപോലെ തന്നെ സ്പൂണും വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഹുസൂർ പാല് കുടിക്കുകയോ എന്തോ കഴിക്കുകയോ ചെയ്തതായി തോന്നി. മുൻഷി അറോഡ് സാബ് പറഞ്ഞു, ഇങ്ങോട്ടേക്ക് വരാൻ പോകുമ്പോൾ ഒന്ന് ഞങ്ങളെ അറിയിക്കാമായിരുന്നു, ഞങ്ങൾ കർത്താർപൂർ സ്റ്റേഷനിലേക്ക് വരുമായിരുന്നു സ്വീകരിക്കാൻ. ഹുസൂർ പറഞ്ഞു, എന്തിനാണ് അറിയിക്കേണ്ടത്? നാം താങ്കളോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നു വരുമെന്ന്. അത് പൂർത്തിയാക്കേണ്ടതുണ്ടായിരുന്നു, അത് പൂർത്തിയാക്കി. അത് മസീഹ് ഇസ്ലാം പറയുന്നു, എൻ്റെ അവസ്ഥ ഇപ്രകാരമാണ്. ആർക്കെങ്കിലും വിഷമമുണ്ടാകുകയും ഞാൻ നമസ്കാരത്തിൽ മുഴുകിയിരിക്കുകയുമാണെങ്കിൽ എൻ്റെ കാതിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദം എത്തിയാൽ ഞാൻ ആഗ്രഹിക്കുന്നത് നമസ്കാരം മുറിച്ചിട്ടാണെങ്കിലും അദ്ദേഹത്തിന് ആശ്വാസം എത്തിക്കാൻ സാധിക്കുമെങ്കിൽ ആശ്വാസം എത്തിക്കാനാണ്. എവിടത്തോളം സാധ്യമാണോ അദ്ദേഹത്തോടൊപ്പം സഹതപിക്കാനാണ്.
സഹതാപം കാണിക്കാനാണ്. ഏതെങ്കിലും സഹോദരന്റെ മുസീബത്തിലും പ്രയാസത്തിലും അദ്ദേഹത്തോടൊപ്പം നിൽക്കാതിരിക്കുന്നത് സ്വഭാവ മര്യാദകൾക്ക് വിരുദ്ധമാണ്. നിങ്ങൾക്ക് അദ്ദേഹത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ കുറഞ്ഞപക്ഷം ദുആ എങ്കിലും ചെയ്യുക. സ്വന്തക്കാരുടെ കാര്യം പോകട്ടെ, ഞാൻ പറയുന്ന അന്യരോടും ഹിന്ദുക്കളോടും പോലും ഉത്തമ സ്വഭാവത്തിന് മാതൃക കാണിക്കുകയും അവരുടെ സഹതാപം കാണിക്കുകയും ചെയ്യണമെന്നാണ്. ഉദാസീനമായ പ്രകൃതം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഇത് വെറുമൊരു ഉപദേശം മാത്രമല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ എത്രയൊക്കെ സംഭവങ്ങൾ കേൾപ്പിച്ചു തന്നുവോ സ്വയം അദ്ദേഹത്തിന്റെ രീതിയും ഇത് തന്നെയായിരുന്നു. അദ്ദേഹം തുടർന്ന് എഴുതുന്നു, ഒരിക്കൽ ഞാൻ പുറത്ത് നടക്കാൻ പോകുകയായിരുന്നു. അബ്ദുൽ കരീം സാഹിബ് എന്നൊരു റവന്യൂ ഉദ്യോഗസ്ഥൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം അല്പം മുന്നിലായിരുന്നു, ഞാൻ പിന്നിലും. വഴിയിൽ വെച്ച് 70-75 വയസ്സ് പ്രായമുള്ള ഒരു വൃദ്ധയായ ദരിദ്രയെ ഞാൻ കണ്ടുമുട്ടി. അവരൊരു കത്ത് വായിച്ചു തരുന്നതിനായി ആ റവന്യൂ ഉദ്യോഗസ്ഥനോട് ആവശ്യപ്പെട്ടു. എന്നാൽ അദ്ദേഹം അവരെ ആട്ടിപ്പായിച്ചു കളഞ്ഞു. ഹദ്റത്ത് മസീഹ് ഇസ്ലാം പറയുന്നു, അത് എൻ്റെ ഹൃദയത്തിൽ ഒരു നോവായി തോന്നി. ഞാൻ മുന്നോട്ട് ചെന്ന് അവരുടെ അടുക്കൽ ചെന്ന് ആ കത്ത് എനിക്ക് നൽകാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് ആ കത്ത് ഞാൻ വാങ്ങി അവിടെ നിന്നു. അത് വായിച്ച് നന്നായി മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. അതിൽ റവന്യൂ ഉദ്യോഗസ്ഥന് ഒരുപാട് ലജ്ജിക്കേണ്ടി വന്നു. കാരണം അവിടെ നിൽക്കേണ്ടിയും വന്നു, പുണ്യത്തിൽ നിന്ന് വഞ്ചിതനാവുകയും ചെയ്തു, നഷ്ടമാവുകയും ചെയ്തു. വിനയത്തോടു കൂടി കത്ത് വായിച്ചു കൊടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നു. ഹദ്റത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് പറയുന്നു, ഹദ്റത്ത് മസീഹ് ഇസ്ലാം തന്നെ കാണാൻ വരുന്നവരെ നോക്കി പുഞ്ചിരി തൂകുമായിരുന്നു. അതോടെ കാണാൻ വരുന്ന ആളുടെ എല്ലാ ക്ലേശങ്ങളും പ്രയാസങ്ങളും നീങ്ങിപ്പോകുമായിരുന്നു അദ്ദേഹത്തിന്റെ പുഞ്ചിരി കണ്ടുകൊണ്ട്. ഓരോ അഹമ്മദിക്കും അദ്ദേഹത്തിന്റെ സദസ്സിൽ ചെന്നാൽ ഹൃദയത്തിലെ എല്ലാ ദുഃഖങ്ങളും കഴുകിപ്പോയ പ്രതീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ പുഞ്ചിരിക്കുന്ന മുഖത്തേക്ക് കണ്ണു പതിഞ്ഞാൽ ശരീരം മുഴുവൻ സന്തോഷത്തിന്റെ ഒരു തരംഗം ഉളവാകുമായിരുന്നു. ഒരു നിസ്സാരനായ വ്യക്തിയുടെ വാക്കുപോലും ശ്രദ്ധയോടെ അവധാനതയോടെ കേൾക്കുകയും അതീവ സ്നേഹത്തോടെ മറുപടി നൽകുകയും ചെയ്യുക എന്നത് അദ്ദേഹത്തിന്റെ ശീലമായിരുന്നു. ഓരോ മനുഷ്യനും സ്വന്തം നിലയ്ക്ക് ചിന്തിച്ചിരുന്നത് ഹദ്റത്ത് സാഹിബിന് എന്നോട് തന്നെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹമെന്നാണ്. ചില ആളുകൾ മസീഹ് ഇസ്ലാമിന്റെ സദസ്സിന്റെ ആചാര മര്യാദകൾ അറിയാത്ത മനുഷ്യർ, പ്രവാചകന്മാരുടെ സദസ്സിന്റെ മര്യാദകൾ അറിയാത്ത സാധാരണക്കാരായ ആളുകൾ വളരെ സമയം തങ്ങളുമായി ബന്ധമില്ലാത്ത കഥകൾ കേൾപ്പിച്ചു കൊണ്ടിരിക്കുമായിരുന്നു. ഹദ്റത്ത് സാഹിബ് വളരെ നിശബ്ദനായി ഇരുന്നു കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഒരിക്കലും ആരോടും മതി നിർത്തു എന്ന് പറയില്ലായിരുന്നു. ഒരു മനുഷ്യൻ ഹദ്റത്ത് മസീഹ് ഇസ്ലാമിന്റെ തിരുസമക്ഷത്തിൽ വന്നു. അദ്ദേഹം തല താഴോട്ട് കുനിച്ച് അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ തല വെക്കാൻ ആഗ്രഹിച്ചു. ഹദ്റത്ത് കൈകൊണ്ട് അദ്ദേഹത്തിന് തല മാറ്റിക്കൊണ്ട് പറഞ്ഞു, ഈ രീതി അനുവദനീയമല്ല. അസ്സലാമു അലൈക്കും പറയുകയും ഹസ്തദാനം ചെയ്യുകയുമാണ് വേണ്ടത്. ഹദ്റത്ത് മുഫ്തി മുഹമ്മദ് സാദിഖ് സാഹിബ് എഴുതുന്നു, കശ്മീരിൽ നിന്ന് ഒരു അഹമ്മദി നല്ല പൊക്കമുള്ള പാവപ്പെട്ട മനുഷ്യൻ അതീവ ഇഖ്ലാസോടുകൂടി തന്റെ ഗ്രാമത്തിൽ നിന്ന് കാദിയാൻ വരെ വഴി മുഴുവൻ കാൽനടയായി നടന്നു വരുമായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഏതാണ്ട് അഖ്ദുജു എന്നായിരുന്നു. അദ്ദേഹം ഒരിക്കൽ കാദിയാനിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഹദ്റത്ത് മസീഹ് ഇസ്ലാം ഒരു ദിവസം രാവിലെ പ്രഭാത സവാരിക്കായി പോയി ചൗക്കിൽ ആ കവലയിൽ വെച്ച് ആ കാശ്മീരിയും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കാണാനായി. അദ്ദേഹം ഹദ്റത്ത് സാഹിബിനെ കണ്ടപ്പോൾ സ്നേഹാധിക്യത്താൽ കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ തലവെച്ചു. അദ്ദേഹം കുനിഞ്ഞ് അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് അനുവദനീയമായ കാര്യമല്ല. മനുഷ്യനെ സുജൂദ് ചെയ്യരുത്. അതായത് യാതൊരു വ്യക്തിയും ഒരിക്കലും സുജൂദ് ചെയ്യരുത്, പാദങ്ങളിൽ കുമ്പിടരുത്. ഇതുപോലെ ഹദ്റത്ത് മൗലവി അബ്ദുൽ കരീം സാഹിബ് സിയാൽകോട്ടി എഴുതുന്നു, ഒരിക്കൽ ഒരു മനുഷ്യൻ ദുനിയാവിലെ പീർ ഫക്കീർമാരുടെയും ദർഗാ പരിപാലകരുടെയും അതീവ പ്രേമിയായിരുന്ന ഒരു വ്യക്തി, അവരുടെ സദസ്സുകളിൽ സമയം ചെലവഴിച്ചിരുന്ന ഒരു വ്യക്തി, പീർമാരുടെയും സജ്ജാദ നഷീന്മാരുടെയും സദസ്സുകൾ ശീലിച്ച ഒരു വ്യക്തിയായിരുന്നു അയാൾ. അദ്ദേഹം പറയുന്നു, അദ്ദേഹം ഞങ്ങളുടെ മസ്ജിദിൽ വന്നു. ആളുകൾ സ്വാതന്ത്ര്യത്തോടെ ഹുസൂറിനോട് സംസാരിക്കുന്നത് കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു. ഹുസൂറിനോട് പറഞ്ഞു, താങ്കളുടെ മസ്ജിദിൽ ആളുകൾക്ക് മര്യാദയില്ല. പീർമാരുടെ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് വന്ന ആ മനുഷ്യൻ ഹദ്റത്ത് മസീഹ് ഇസ്ലാമിനോട് ഇപ്രകാരം പറഞ്ഞു, താങ്കളുടെ മസ്ജിദിൽ യാതൊരു ആചാരമര്യാദയുമില്ല, ആളുകൾ യാതൊരു സങ്കോചവുമില്ലാതെയാണ് ഇവിടെ ഇരിക്കുന്നത്, ഭയമന്യേ ധൈര്യത്തോടെ ഇരിക്കുകയാണ്, താങ്കളോട് സംസാരിക്കുകയും ചെയ്യുന്നു, അതായത് ആദരവും ബഹുമാനവും നൽകുന്നില്ല താങ്കൾക്ക്. അദ്ദേഹം പറഞ്ഞു. ഹദ്റത്ത് മസീഹ് ഇസ്ലാം അത് കേട്ട് പറഞ്ഞു, ആളുകൾ എന്നെ വന്യമൃഗത്തെ പോലെ ഭയപ്പെടുന്ന തരത്തിൽ ഞാൻ അത്രയും കഠിന സ്വഭാവക്കാരനും ഭയാനകനുമായി ഇരിക്കുക എന്നത് എൻ്റെ രീതിയല്ല. ഞാൻ വിഗ്രഹമാകുന്നതിനെ കഠിനമായി വെറുക്കുന്നു. ഞാൻ വിഗ്രഹാരാധനയെ തകർക്കാനാണ് വന്നിട്ടുള്ളത്, അല്ലാതെ ഞാൻ സ്വയം വിഗ്രഹമാവാനും ആളുകൾ എന്നെ പൂജിക്കാനുമല്ല. അള്ളാഹു നന്നായി അറിയുന്നു, ഞാൻ എനിക്ക് മറ്റുള്ളവരെക്കാൾ ഒട്ടും മുൻഗണന നൽകുന്നില്ല. എൻ്റെ അടുക്കൽ അഹങ്കാരിയേക്കാൾ വലിയ വിഗ്രഹാരാധകനും ബിംബാരാധകനും അശുദ്ധനും വേറെയില്ല. അഹങ്കാരി യാതൊരു ദൈവത്തെയും ആരാധിക്കുന്നില്ല, മറിച്ച് അവൻ സ്വയത്തെ തന്നെയാണ് ആരാധിക്കുന്നത്. ഹദ്റത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് പറയുന്നു, മുൻഷി ജഫർ അഹമ്മദ് സാഹിബിന്റെ ഒരു നിവേദനമാണ്. അദ്ദേഹം പറയുന്നു, ഒരിക്കൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം ഡൽഹിയിൽ നിന്ന് മടങ്ങുമ്പോൾ അമൃത്സറിൽ ഇറങ്ങി. ഹദ്റത്ത് ഉമ്മുൽ മുഅ്മിനീൻ കൂടെ ഉണ്ടായിരുന്നു. ഹുസൂർ ഒരു സാഹിബ്സാദെ, ഒരു മകനെ മിക്കവാറും മിയാം ബഷീർ അഹമ്മദ് സാഹിബ് ആയിരുന്നു
മടിയിലെടുക്കുകയും ഭാരമുള്ള ഒരു ഭാഗം മറുഭാഗത്ത് തൂക്കി പിടിക്കുകയും ചെയ്തു. അതായത് ഒരു വശത്ത് കുട്ടിയെടുത്തു, മറുവശത്ത് ബാഗ് എടുത്തു. എന്നോട് പറഞ്ഞു, താങ്കൾ ഈ പാൻ താൻ മുറുക്കാൻ പെട്ടി എടുത്തോളുക. അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, പാൻ താൻ താങ്കൾ എടുത്തോളുക. അത് ചെറിയ ഒരു പാൻ താനായിരുന്നു. ഞാൻ പറഞ്ഞു, ഹുസൂർ എനിക്ക് ഈ ബാഗ് തന്നേക്കും. അദ്ദേഹം പ്രതിവചിച്ചു, ഇല്ല. ഒന്ന് രണ്ട് വട്ടം ഞാൻ പറഞ്ഞിട്ട് ഹുസൂർ അത് തന്നെ പറഞ്ഞു. എന്തായാലും ഞാൻ പാൻ താൻ എടുക്കുകയും ഞങ്ങൾ നടക്കാൻ തുടങ്ങുകയും ചെയ്തു. അത്രയും സമയം കൊണ്ട് സ്റ്റേഷനിലുണ്ടായിരുന്ന 2-3 യുവാക്കളായ ഇംഗ്ലീഷുകാർ എന്നോട് പറഞ്ഞു, ഹുസൂറിനോട് ഒന്ന് നിൽക്കാൻ പറയൂ. അങ്ങനെ ഞാൻ അപേക്ഷിച്ചപ്പോൾ ഹുസൂർ ഇവർ ആഗ്രഹിക്കുന്നത് അല്പം നിൽക്കാനാണെന്ന് പറഞ്ഞപ്പോൾ ഹുസൂർ അവിടെ നിന്നു. ഇംഗ്ലീഷുകാരായിരുന്നു അവർ. അവിടെ സ്റ്റേഷനിൽ വന്നതായിരുന്നു. അവർ ആ അവസ്ഥയിൽ തന്നെ ഹുസൂറിന്റെ ഫോട്ടോ എടുത്തു. ഒരു കുട്ടിയും എടുത്തിട്ടുണ്ടായിരുന്നു, സാധനങ്ങളും തൂക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു. അവർ ആ ചിത്രം എടുത്തു. അവർ ആ ചിത്രം എടുക്കാൻ ആഗ്രഹിച്ചു. ഹുസൂർ ഇത്രയധികം ലാളിത്യത്തിലായിരുന്നിട്ടും ആളുകൾ ഹുസൂറിന്റെ വ്യക്തിത്വത്തിൽ സ്വാധീനിക്കപ്പെടുകയും അവർ അത് പ്രകടിപ്പിക്കുകയും ചെയ്തു. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ പുണ്യപരീക്ഷന്റെ ചിത്രമെടുക്കാനാണെന്ന് അവർ പറഞ്ഞു. ഹസരത് മലിക് മൗല ബഖ് സാഹിബ് പ്രസ്താവിക്കുന്നു, മിയാ ജാ മുഹമ്മദ് എന്നു പേരുള്ള ഒരു സാഹിബ് അമൃത്സറിൽ നിന്ന് ഞങ്ങളുടെ വീടിന് മുന്നിലായിരുന്നു താമസിച്ചിരുന്നത്. അദ്ദേഹം അതീവ വാചാലനായിരുന്നു. ഹദരത്ത് അഖ്ദസിന്റെ സുർമ ചഷ്മ ആരി എന്ന പുസ്തകം പ്രായോഗികമായി മനഃപ്പാടമാക്കിയ ആളായിരുന്നു അദ്ദേഹം. നിരക്ഷനായിരുന്നിട്ടും ആര്യന്മാരോട് നന്നായി സംവാദം നടത്തുമായിരുന്നു. അദ്ദേഹത്തിന് മിറാക്ക് എന്ന രോഗം ബാധിച്ചിരുന്നു. ഡിപ്രഷനും അതുപോലെ ഭ്രാന്തുമുള്ള ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നു. ആര് കണ്ടുമുട്ടിയാലും തന്റെ രോഗവിവരങ്ങൾ വലിയ രീതിയിൽ നീട്ടിപ്പരുത്തി ഒട്ടേറെ സമയം നിർത്തി കേൾപ്പിക്കുമായിരുന്നു. ആളുകൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട് മടുത്തു തുടങ്ങുകയും സംസാരിക്കുന്നത് കേൾക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ തുടങ്ങുകയും ചെയ്യുമായിരുന്നു. ആരോ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ ഖാദിയാനിൽ പോയി ഹദരത്ത് മൗലവി ഹക്കീം നൂറുദ്ദീൻ സാഹിബിൽ നിന്ന് ചികിത്സ തേടുക. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹമൊക്കെ വലിയ മനുഷ്യനല്ലേ, എന്റെ കഥയൊക്കെ കേട്ടിരിക്കുമോ? പറഞ്ഞു, ഖലീഫ അദ്ദേഹം ഹക്കീം നൂറുദ്ദീൻ സാഹിബ് എങ്ങനെ കേൾക്കാനാണ്, എന്റെ വലിയ നീണ്ട കഥ കേൾക്കാൻ? അദ്ദേഹം വലിയ ആളല്ലേ? ആ വ്യക്തി പറഞ്ഞു, ഇല്ല, അദ്ദേഹം അതീവ സൽഗുണമുള്ള മനുഷ്യനാണ്, സൽഗുണ സമ്പന്നനാണ്. തീർച്ചയായും താങ്കളുടെ വാക്കുകൾ കേൾക്കും. അങ്ങനെ ആ സാഹിബ് ഖാദിയാനിൽ വന്നു. യാദൃശ്ചികമായി ഇപ്രകാരം സംഭവിച്ചു. അദ്ദേഹം കുതിരവണ്ടിയിൽ നിന്ന് ചെന്നിറങ്ങിയപ്പോൾ ആ സമയത്ത് ഹദരത്ത് മസീഹ് ഇസ്ലാം സേവകന്മാരോടൊപ്പം നടക്കാൻ പോയി തിരിച്ചു വരികയായിരുന്നു. കുതിരവണ്ടിക്കാരൻ പറഞ്ഞു, അതാ ഹദരത്ത് മിർസ സാഹിബ് വരുന്നുണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, ആ സാഹിബ് കുതിരവണ്ടിയിൽ നിന്നിറങ്ങി ടാങ്കയിൽ നിന്നിറങ്ങി നേരെ ചെന്ന് കൈ കൊടുക്കുകയും തന്റെ രോഗവിവരങ്ങൾ തന്റെ മിറാക്കിന്റെ അവസ്ഥയിൽ വിവരിക്കാൻ തുടങ്ങുകയും ചെയ്തു. പരിഭ്രമത്തോടെ എങ്ങനെയൊക്കെയാണ് വ്യക്തം അതുപോലെ പറഞ്ഞു നീണ്ട കഥകൾ വിവരിക്കാൻ തുടങ്ങി. കഥ എത്രത്തോളം നീണ്ടുപോയെന്നാൽ എല്ലാ ആളുകളും മടുത്തിട്ട് അവിടെ നിന്നും പോയി. എന്നാൽ അത് മസീഹ് ഇസ്ലാം വളരെ ശാന്തനായി അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ കൈയും ചേർത്ത് എല്ലാം കേട്ടുകൊണ്ടിരുന്നു. ഒടുവിൽ മിയാ ജാൻ മുഹമ്മദ് സാഹിബ്, രോഗിയായിരുന്ന വ്യക്തി, സ്വയം തന്നെ പറഞ്ഞു, ഇപ്പോൾ എന്റെ വായ വരണ്ടുപോയി, ഇനി എനിക്ക് സംസാരിക്കാനേ കഴിയുന്നില്ല. ഞാൻ ഇത്രയും സമയം സംസാരിച്ചു കൊണ്ടിരുന്നു, താങ്കൾ കേട്ടുകൊണ്ടിരുന്നു. അതിൽ ഹുസൂർ പ്രസ്താവിച്ചു, വളരെ നല്ലത്, താങ്കൾ അതിഥി മന്ദിരത്തിലേക്ക് പോവുക, എന്തെങ്കിലും കഴിക്കുകയും കുടിക്കുകയും ചെയ്യുക. പിന്നീട് മൗലവി സാഹിബിനോട്, അതായത് ഹദരത്ത് ഹക്കീം മൗലവി നൂറുദ്ദീൻ സാഹിബിനോട് വിവരങ്ങൾ ബോധിപ്പിച്ച് അദ്ദേഹത്തിൽ മരുന്ന് വാങ്ങിക്കുക. അങ്ങനെ ഈ സാഹിബ് പുതുജീവൻ കൈവരിച്ച് മൗലവി സാഹിബിന്റെ തിരുസമക്ഷത്തിൽ ഹാജരാകിയ ഫ്രഷായി പോവുകയും ഹദരത്ത് ഹക്കീം നൂറുദ്ദീൻ സാഹിബിന്റെ തിരുസമക്ഷത്തിൽ ആ നീണ്ട കഥ വീണ്ടും ആരംഭിക്കുകയും ചെയ്തു. അതായത് മൗലവി സാഹിബ് പെട്ടെന്ന് കുറിപ്പടി എഴുതി നൽകി. ഒരല്പം വിവരിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ കാര്യം പിടികിട്ടി. അദ്ദേഹം ഹക്കീം ആയതുകൊണ്ട് രോഗം എന്താണെന്ന് മനസ്സിലായി. കുറിപ്പടി എഴുതി നൽകിയിട്ട് പറഞ്ഞു, താങ്കളുടെ രോഗം എനിക്ക് മനസ്സിലായി, കഥ കേൾക്കേണ്ടതില്ല. അദ്ദേഹം കുറിപ്പടി വാങ്ങിയെങ്കിലും ഇപ്പോൾ പറഞ്ഞു, മൗലവി നൂറുദ്ദീൻ സാഹിബ് വലിയ സൽഗുണ സമ്പന്നനാണെന്നല്ല ആളുകൾ പറഞ്ഞത്. എന്നാൽ ഹദരത്ത് മിർസ സാഹിബിന്റെ സ്വഭാവത്തോട് അദ്ദേഹത്തിന് എന്ത് ബന്ധം? ഇതിന്റെ സ്വാധീനം അദ്ദേഹത്തിൽ എത്രമാത്രം ഉണ്ടായിരുന്നെന്നാൽ അദ്ദേഹം ബയ്യത്ത് ചെയ്തു. മുമ്പ് ബയ്യത്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, എന്നാൽ അദ്ദേഹം ബയ്യത്ത് ചെയ്തു. ഈ സംഭവം അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ മർഹൂം ഡോക്ടർ ഇബാദുള്ള സാഹിബ് എന്നെ കേൾപ്പിച്ചതാണെന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം ഇത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഹസരത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് എഴുതുന്നു, മാസ്റ്റർ അല്ലാ ദത്ത സാഹിബ് ഒരു എഴുത്തിലൂടെ ഇപ്രകാരം വിവരിച്ചിട്ടുണ്ട്. ഒരിക്കൽ ലാഹോറിൽ അഹമ്മദിയ ബിൽഡിംഗ്സിൽ ഹുസൂർ മസീഹ് ഇസ്ലാം എഴുന്നള്ളിയിരിക്കുമ്പോൾ ഷർപൂർ ഭീനിയിൽ നിന്ന് മുസ്തഖീം എന്നു പേരുള്ള വയോധികനും അശക്തനുമായ ഒരു മനുഷ്യൻ ഹുസൂറിന്റെ തിരുസമക്ഷത്തിൽ ദർശനത്തിനായി വന്നു. സ്നേഹിതന്മാരുടെ കൂട്ടത്തിനിടയിൽ അദ്ദേഹത്തിന് ഹുസൂറിന്റെ അടുക്കിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഉച്ചത്തിൽ പറഞ്ഞു, ഹുസൂർ, ഞാൻ ദർശനത്തിനായി വന്നതാണ്. ഹുസൂർ പറഞ്ഞു, ബാബാജിയെ മുന്നോട്ട് വരാൻ വിടൂ. പ്രായമുള്ള മനുഷ്യനായിരുന്നാൽ അദ്ദേഹത്തിന് നന്നായി എഴുന്നേൽക്കാൻ കഴിയുമായിരുന്നില്ല. അതിൽ ഹുസൂർ പറഞ്ഞു, ബാബാജിയെ ബുദ്ധിമുട്ടിക്കരുത്. പിന്നീട് ഹുസൂർ സ്വയം എഴുന്നേറ്റ് അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നിരുന്നു. ഇതുപോലെ ഹദരത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് ഹദരത്ത് ഡോക്ടർ മീർ മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ നിവേദനം പ്രകാരം വിവരിക്കുന്നു, ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം
ഏതാനും ഭൃത്യന്മാരോടൊപ്പം ബാബ നാനക് സാഹിബിന്റെ ചോല തിരുവസ്ത്രം കാണുന്നതിനായി ഡേര ബാബ നാനക്കിലേക്ക് എഴുന്നള്ളിയപ്പോൾ അവിടെ ഒരു പേരാൽ മരത്തിന്റെ ചുവട്ടിൽ ചില തുണികൾ വിരിച്ച് ജമാത്തിൽ ആളുകൾ ഹുസൂറിനോടൊപ്പം ഇരുന്നു. മൗലവി അഹ്സൻ സാഹിബ്, മുഹമ്മദ് അഹ്സൻ സാഹിബും കൂടി ഉണ്ടായിരുന്നു. ഗ്രാമത്തിലെ ആളുകൾ ഹുസൂർ വന്ന വിവരം പറഞ്ഞ് അവിടെ ഒത്തുകൂടാൻ തുടങ്ങി. അപ്പോൾ അവരിൽ ആദ്യം വന്ന ഏതാനും ആളുകൾ മൗലവി മുഹമ്മദ് അഹ്സൻ സാഹിബിനെ മസിമോദയി കരുതി അദ്ദേഹത്തോട് ഷെയ്ഖ് ഹാൻഡ് ചെയ്ത് ഹസ്തദാനം ചെയ്തു പോയി. 3-4 ആളുകൾ ഹസ്തദാനം ചെയ്തതിന് ശേഷം അവർക്ക് അബദ്ധം പറ്റിയതാണെന്ന് മനസ്സിലായി. അതിനുശേഷം മൗലവി മുഹമ്മദ് ഹസൻ സാഹിബ് തന്നോട് ഹസ്തദാനം ചെയ്യുന്ന അങ്ങനെയുള്ള ഓരോ വ്യക്തിയെയും ഹദരത്ത് മസീഹ് ഇസ്ലാം ഇതാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഹുസൂറിന്റെ നേർക്ക് ശ്രദ്ധ തിരിക്കുമായിരുന്നു. ഹദരത്ത് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ സാഹിബ് എഴുതുന്നു, അദ്ദേഹത്തിന്റെ വലിയ മകൻ, മൂത്ത മകൻ ഹദരത്ത് മിർസ സുൽത്താൻ അഹമ്മദ് സാഹിബ് മർഹൂം പ്രസ്താവിക്കുമായിരുന്നു. അത് മസീഹ് ഇസ്ലാമിന്റെ മൂത്തമ്മ പറയുമായിരുന്നു, പിതാവ് തന്റെ ജീവിതം ഒരു മുഗളനെ പോലെയായിരുന്നില്ല നയിച്ചത്. അദ്ദേഹം പ്രഭു കുടുംബ അംഗമായിരുന്നു, മുഗളനായിരുന്നു. എങ്കിലും ഒരു ദർവേഷിനെ പോലെയാണ്, സാധു സന്യാസിയെ പോലെയാണ് ജീവിതം നയിച്ചത്. കാദിയാനിലെ കനഹയ്യ ലാൽ എന്ന പണമിടപാടുകാരന്റെ നിവേദന ഇപ്രകാരമാണ്: ഒരിക്കൽ ഹദരത്ത് മിർസ സാഹിബിന് സ്വയം ബട്ടാലിയിലേക്ക് പോകേണ്ടതുണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് ഒരു ടാങ്ക് ഏർപ്പാടാക്കാൻ പറഞ്ഞു. ഹദരത്ത് പുഴയുടെ അടുത്ത് എത്തിയപ്പോൾ വീട്ടിൽ എന്തോ ഒരു സാധനം മറന്നു വെച്ച കാര്യം ഓർമ്മ വന്നു. ടാങ്കക്കാരനെ അവിടെ നിർത്തി അദ്ദേഹം കാൽനടയായി തിരിച്ചു പോന്നു. പാലത്തിൽ വെച്ച് ടാങ്കക്കാരന് മറ്റ് യാത്രക്കാരനെ ലഭിക്കുകയും അവർ ബട്ടാലിയിലേക്ക് അവിടെ നിന്ന് തിരിക്കുകയും ചെയ്തു. മിർസ സാഹിബ് തിരിച്ചു വന്നപ്പോൾ മിക്കവാറും കാൽനടയായി തന്നെ ആയിരിക്കണം ബട്ടാലിയിലേക്ക് പോയത്. അതിനാൽ ഞാൻ ടാങ്കക്കാരനെ വിളിച്ചു വരുത്തി അടിച്ചുകൊണ്ട് പറഞ്ഞു, ദുഷ്ട, ഇത് മിർസ നിസാമുദ്ദീൻ ആയിരുന്നെങ്കിൽ നിനക്ക് 3 ദിവസം അവിടെ ഇരിക്കേണ്ടി വന്നാൽ നീ ഇരിക്കുമായിരുന്നു. എന്നാൽ ഇദ്ദേഹം വളരെ നല്ല സാധുപ്രകൃതമുള്ള മനുഷ്യനായതുകൊണ്ട് നീ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോയി. അദ്ദേഹം പറയുന്നു, എന്തായാലും മിർസ സാഹിബിന് ഹദരത്ത് മസീഹ് ഇസ്ലാമിന് ഇതിനെക്കുറിച്ച് വിവരം ലഭിച്ചപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു വരുത്തി പറഞ്ഞു, അവൻ എനിക്ക് വേണ്ടി എങ്ങനെ കാത്തിരിക്കും? അവന് കൂലി ലഭിച്ചവൻ പോയി. താങ്കൾ എന്തിനാണ് അവരോട് അതിക്രമം കാണിച്ചത്? ഹദരത്ത് മസീഹ് ഇസ്ലാം ഉപദേശിച്ചുകൊണ്ട് പ്രസ്താവിക്കുന്നു, ഓരോ വ്യക്തിയും തഹജ്ജുദിനായി എഴുന്നേൽക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. 5 നേര നമസ്കാരങ്ങളിൽ കുനൂത്തും ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അള്ളാഹുവിനെ കോപിക്കുന്ന എല്ലാതരം കാര്യങ്ങളിൽ നിന്നും തൗബ ചെയ്യുക, പശ്ചാത്തപിച്ച് മടങ്ങുക. തൗബ കൊണ്ട് അർത്ഥമാക്കുന്നത് എല്ലാ തിന്മകളെയും അള്ളാഹുവിന്റെ അപ്രീതിക്കുള്ള കാരണങ്ങളെയും അനിഷ്ട കാരണങ്ങളെയും ഉപേക്ഷിച്ച് ഒരു സത്യാവസ്ഥയുള്ള മാറ്റം വരുത്തുകയും മുന്നോട്ട് ചുവടുവെക്കുകയും തഖ്വ സ്വീകരിക്കുകയുമാണ്. സ്വഭാവശുദ്ധി വരുത്തുക, അതിലും അള്ളാഹുവിന്റെ കാരണമുണ്ടാകും. മാനുഷിക ശീലങ്ങളെ സൽസ്വഭാവമുള്ളതാക്കി മാറ്റുക. കോപം പാടില്ല. വിനയവും താഴ്മയും അതിന് പകരമായി ഉണ്ടാകണം. സ്വഭാവത്തിന്റെ നന്മയോടൊപ്പം കഴിവിനനുസരിച്ച് സദഖ നൽകുന്നതിന് ശീലമാകുക. ഇപ്രകാരം വിവിധ കാര്യങ്ങൾ ജമാഅത്തിനോട് അദ്ദേഹം ഉപദേശിച്ചു. പിന്നീട് അദ്ദേഹം പ്രസ്താവിക്കുന്നു, തഖ്വയുള്ളവർക്ക്, ഭയഭക്തി അവലംബിക്കുന്നവർക്കുള്ള ഒരു നിബന്ധന അവർ തങ്ങളുടെ ജീവിതം ദാരിദ്ര്യത്തിലും വിനയത്തിലും നയിക്കണമെന്നാണ്. ഇത് തഖ്വയുടെ ഒരു ശാഖയാണ്. ദാരിദ്ര്യത്തിലും വിനയത്തിലും ജീവിതം നയിക്കുക എന്നത് തഖ്വയുടെ ശാഖയാണ്. അതിലൂടെയാണ് നാം അനാവശ്യമായ കോപത്തോട് പോരാടേണ്ടത്. വലിയ ആരിഫീങ്ങൾക്കും ദൈവജ്ഞാനികൾക്കും സിദ്ദീഖീങ്ങൾക്കും ദൈവമിത്രങ്ങൾക്കും ഏറ്റവും ഒടുവിലെത്തിയും കഠിനമേറിയതുമായ ഘട്ടം കോപത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് തന്നെയാണ്. അഹങ്കാരവും ആത്മവിശ്വാസക്കുറവും കോപത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ കോപം സ്വയം അഹങ്കാരത്തിന്റെയും ആത്മവിശ്വാസക്കുറവിന്റെയും ഫലമാണ്. കാരണം മനുഷ്യൻ തന്റെ മനസ്സിന് മറ്റുള്ളവരെക്കാൾ മുൻഗണന നൽകുന്ന സമയത്താണ് കോപമുണ്ടാകുന്നത്. എന്റെ ജമാഅത്തിലുള്ളവർ പരസ്പരം ഒരാളെ ചെറുതോ വലുതോ ആയി കാണുകയോ പരസ്പരം അഹങ്കാരം കാണിക്കുകയോ അവഹേളനത്തോടെ നോക്കുകയോ ചെയ്യുന്നത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആരാണ് വലിയവൻ, ആരാണ് ചെറിയവൻ എന്ന് അള്ളാഹുവിനാണ് അറിയുന്നത്. ഇതൊരു തരം നിന്ദയാണ്. ആരുടെ ഉള്ളിലാണ് നിന്ദ ഉള്ളത്? ഈ നിന്ദ ഒരു വിത്ത് പോലെ വളർന്ന് അവന്റെ നാശത്തിന് കാരണമായി തീരുമെന്ന് ഭയപ്പെടേണ്ടതുണ്ട്. ചില മനുഷ്യർ വലിയവരെ കാണുമ്പോൾ വലിയ ആദരവോട് പെരുമാറുന്നു. എന്നാൽ വലിയവൻ എന്നത് ഒരു ദരിദ്രന്റെ വാക്ക് വിനയത്തോടെ കേൾക്കുന്ന വ്യക്തിയാണ്. അവന്റെ മനം കുളിർപ്പിക്കുന്നവനാണ്. അവന്റെ വാക്കിനെ ബഹുമാനിക്കുന്നവനാണ്. വിഷമമുണ്ടാക്കുന്ന യാതൊരു പരിഹാസവാക്കും മുഖത്ത് നോക്കി പറയാത്തവനാണ്. അള്ളാഹു പറയുന്നു, വലാ തനാബസു ബിൽ അൽഖാബ് ബിഅ്സൽ ഇസ്മുൽ ഫുസൂഖ് ബാദൽ ഈമാൻ ഫുസൂഖ് ബാദൽ ഈമാൻ വമൻ ലം യതുബ് ഫൗലായിക ഹുമുദ് ദ്വാലിമൂൻ. ഇതിന്റെ അർത്ഥം ഇപ്രകാരമാണ്: പരസ്പരം മോശം പേരുകൾ വിളിച്ച് ആക്ഷേപിക്കരുത്. ഈമാൻ കൈക്കൊണ്ടതിനു ശേഷം ഈ ഫിസ്കിന്റെ അധാർമികതയുടെ കറ വളരെ മോശം കറയാണ്. ആര് തൗബ ചെയ്തില്ലയോ അവൻ തന്നെയാണ് അക്രമകാരി. ഇതിന്റെ വിശദീകരണം നൽകിക്കൊണ്ട് ഹദരത്ത് മസീഹ് ഇസ്ലാം ഇപ്രകാരം പ്രസ്താവിക്കുന്നു: പരസ്പരം പരിഹാസപ്പേരുകൾ വിളിക്കരുത്, ഇരട്ടപ്പേരുകൾ ഇടരുത്. ഈ പ്രവൃത്തി ഫാസിഖ്യങ്ങളുടെയും ഫാജിര്യങ്ങളുടെയും അധർമ്മികളുടെയും അസാൻമാർഗികരുടെയുമാണ്. ഏതൊരു വ്യക്തിയാണ് മറ്റൊരാളെ പരിഹസിക്കുന്നത് അവൻ സ്വയം ആ നിന്ദതയിൽ അകപ്പെടുന്നവരെ മരണപ്പെടുകയില്ല. നിങ്ങളുടെ സഹോദരന്മാരെ നിസ്സാരരായി കാണരുത്. നിങ്ങൾ എല്ലാവരും ഒരേ ഉറവിൽ നിന്നാണ് വെള്ളം കുടിക്കുന്നത് എന്നതിന് ആരുടെ വിധിയിലാണ് കൂടുതൽ വെള്ളം കുടിക്കാനുള്ളത് എന്ന് ആർക്കറിയാം?
ആദരണീയനും ബഹുമാനീയനുമാകാൻ യാതൊരു ലൗകിക തത്വങ്ങൾക്കും കഴിയില്ല. ആരാണ് മുത്തഖി അവനാണ് അള്ളാഹുവിന്റെ അടുക്കൽ വലിയവൻ. ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്ഖാക്കും ഇന്നല്ലാഹു അലീമുൻ ഖബീർ. അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭയഭക്തിയുള്ളവൻ തന്നെയാണ്. അള്ളാഹു തീർച്ചയായും എല്ലാം അറിയുന്നതിനും സൂക്ഷ്മമായി അറിയുന്നതിനുമാണ്. അള്ളാഹു നമുക്ക് യഥാർത്ഥ രീതിയിൽ വിനയവും താഴ്മയും സ്വായത്തമാക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാട്ടെ. ഹദരത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ ബൈഅത്തിൽ വന്ന് യഥാർത്ഥ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നതിനും അതിന്റെ അവകാശങ്ങൾ കടമകൾ പൂർത്തീകരിക്കുന്നതിനുമാക്കി തീർക്കുമാറാട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.